നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെ പ്രധാന വെല്ലുവിളി തെളിവുകളും നിർണായക രേഖകളും കണ്ടെത്തുന്നതിലാണ്. 1999-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ദേവസ്വം ബോർഡ് മുക്കിയോ നശിപ്പിച്ചോ എന്ന് വ്യക്തമല്ല. ഏതായാലും SITക്ക് അത് ഈ ഘട്ടത്തിലും ലഭ്യമായിട്ടില്ല. ഇനിയും വൈകിയാൽ നിയമ നടപടി സ്വീകരിക്കും എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘം. 4 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയ മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തി ചോദ്യം ചെയ്യലും പരമാവധി തെളിവുകൾ ശേഖരിക്കലുമായിരിക്കും SITയുടെ അടുത്ത നടപടി. അപ്പോഴും രേഖകൾ അപ്രത്യക്ഷമായതുൾപ്പെടെ ബോർഡിലെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിലേക്കും മറഞ്ഞിരിക്കുന്ന ഉന്നതരിലേക്കും ഈ അന്വേഷണം ചെന്നെത്തുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. എൻകൗണ്ടർ എന്ന ഈ വിഷയം പരിശോധിക്കും. പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ, പ്രത്യേക അതിഥിയായി അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധനായ ശ്രീ സെന്തിൽ നാഥൻ, അമാൽഗമേഷൻ വിദഗ്ധനാണ് അദ്ദേഹം. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഉണ്ടാകും. തട്ടാവിള കുടുംബാംഗം ശ്രീ മഹേഷ് പണിക്കർ ഉണ്ട് ഈ ചർച്ചയിൽ. ഒപ്പം തന്നെ വലത് നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഇടത് നിരീക്ഷകന് ശ്രീ റെജി ലൂക്കോസും നമ്മുടെ ഇന്ന് എൻകൗണ്ടറിൽ അതിഥിയായി ചേരുന്നുണ്ട്. കെമാൽ പാഷ സർ, ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ തെളിവ് ശേഖരണം. അതിൽ തന്നെ തൊണ്ടി മുഴുവനായി കണ്ടെത്തുക എന്നത് സത്യത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. വളരെ ലളിതമായ ഒരു കാര്യമായി നമുക്ക് തോന്നുന്നതാണ് 99-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ കാര്യത്തിൽ അതിലെ രേഖകൾ എവിടെ എന്നത്. അത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയ ഒന്നാണ്. പക്ഷേ അത്തരമൊരു രേഖ ഇതുവരെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ല. അത് നശിപ്പിക്കപ്പെട്ടോ അതോ അത് മുക്കി വെച്ചിരിക്കുകയാണോ എന്ന് വ്യക്തമല്ല. അപ്പോൾ ഈ ബോർഡിലെ ഉന്നതരിലേക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ പ്രതികളിലേക്കും ഈ അന്വേഷണ സംഘത്തിന് ചെന്നെത്താൻ സഹായിക്കുന്നതാണ് ഇത്തരം നിർണായകമായ രേഖകൾ. എന്തായിരിക്കും ഈ രേഖകൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? എങ്ങനെയാണ് ഇത് അന്വേഷണ സംഘത്തെ ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്നത്? എന്ത് മറിമായമാണ് ഈ അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗോപീഷൻ, ഇത് വളരെ ആസൂത്രണം ഉണ്ടായ ഒരു കൊള്ള തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ള ശബരിമലയിലത്. അത് ഒരിക്കലും നമുക്ക് സംശയം പോലും അതിനകത്ത് വരത്തില്ല. കാരണം ആ രീതിയിലാണ്, അത്ര ആസൂത്രണത്തോടു കൂടിയാണ് നടപ്പാക്കിയത്. അപ്പോൾ അവരെ നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന് എവിടെ ചെന്നെത്തും എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കേസ് ഉണ്ടാകുമ്പോൾ അതിനെന്തെങ്കിലും ഒരു നടപടി വേണ്ടേ അതിന് മേളിൽ? ആ കേസിലെ ഒരു നടപടി ശരിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. തെളിവെന്ന് പറയുന്നത്, ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അവിടെ സ്വർണ്ണം ഇല്ലായിരുന്നു എന്ന് പലരും പറഞ്ഞതായിട്ട് നമുക്ക് അറിയാമല്ലോ. കാരണം ദേവസ്വം ബോർഡ് തന്നെ അന്ന് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന തന്നെ വന്ന എന്താ, ചെമ്പുവാളിയായിരുന്നു, അവിടെ ചെമ്പായിരുന്നു എന്ന് പറഞ്ഞു. അത് വളരെ കൂളായിട്ടങ്ങ് പറഞ്ഞു. അപ്പോൾ അത് ചെമ്പല്ല, അവിടെ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളത്, അതായത് സ്വർണ്ണപ്പാളി അത് പൊതിഞ്ഞിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാണുന്നവർ പാവങ്ങളായതുകൊണ്ടായിരിക്കും നമുക്കറിയാവുന്നത്. പക്ഷേ കോടതിയിൽ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ സ്വർണം പൊതിഞ്ഞിരുന്നതിൻ്റെ തെളിവ് വേണ്ടേ? സ്വർണ്ണപ്പാളി കൊണ്ടത് പൊതിഞ്ഞിരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് വേണം, ലീഗൽ എവിഡൻസ് വേണം. അതാണ് വേണ്ടത്. അതിന് ഏറ്റവും വലിയ കാര്യമാണ് ആ റെക്കോർഡ്. അതായത് വിജയ് മല്യ 30.3 കിലോ സ്വർണം, അതായത് തങ്കമാണ്, 24 ക്യാരറ്റ് തങ്കം സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അതവിടെ കൊടുത്തിരുന്നു എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് ലീഗൽ എവിഡൻസ് വേണം, ഇങ്ങനെ കൊടുത്തിരുന്നു എന്നുള്ളത്. അപ്പോൾ വിജയ് മല്യ എന്ത് പറയുന്നു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. നമുക്ക് ഇതിന് തെളിവ് വേണം. അത് തെളിവില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദേവസ്വത്തിൻ്റെ ഓഫീസിൽ അതിന് തെളിവില്ല, അത് കണ്ടു കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് മുക്കിയേക്കുന്നുള്ളതാണ്. അതായത് ഈ കേസിലെ പ്രതികളോടൊപ്പം ഇപ്പോഴും അവർ സഞ്ചരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ കാര്യമാണ് തെളിവ്. കാരണം ഇത് കൊടുക്കാത്തത്, ഇത് അവിടെ ആ രേഖയില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയും സ്വർണം, അതായത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എടുത്ത് കൊടുത്ത ഒരാളുടെ അയാൾ അത് കൊടുത്തേക്കുന്നു, ഇത്ര സ്വർണം അവിടുന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവില്ല, അല്ലെങ്കിൽ അത് കണ്ടു കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ഈ കേസിലെ പ്രതികളോടൊപ്പം ഇപ്പോഴും അവർ നടന്നു നീങ്ങുന്നതിൻ്റെ
ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ പറയുന്നത്, ഇത് കൊടുക്കാത്തത്. അത് കൊടുക്കണം. ഒന്നുകിൽ അത് എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്നത് മിക്കവാറും അന്ന് നശിപ്പിച്ചു കാണും. കാരണം അത് ഇത് കണ്ടെടുക്കാൻ വയ്യ, അല്ലെങ്കിൽ അത് എടുക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ഇതിൻ്റെ അർത്ഥമൊക്കെ? ഇതൊക്കെ ഈ അതായത് അന്നത്തെ കാലത്ത് ഇത്രയും സ്വർണ്ണം എടുത്ത് കൊടുത്തിട്ട് അതെല്ലാവരും അറിഞ്ഞു, വളരെ എല്ലാവരും കൊട്ടിഘോഷിച്ചു. നമ്മളെല്ലാ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ അത് കാണിച്ചു, ഇതെല്ലാം ഉണ്ടായി. ഇത് പക്ഷേ അതിൻ്റെ തെളിവ് അവിടെ ഇല്ല. SITക്ക് അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രതികളോടൊപ്പം ഇപ്പോഴും അവർ നടന്നു നീങ്ങുന്നു എന്നുള്ളതാണ്. അതില്ലാതായാലുണ്ടല്ലോ, അതില്ലാതായാൽ ഈ കേസേ നിൽക്കത്തില്ല. കാരണം അവിടെ സ്വർണം ഉണ്ടായിരുന്നെന്നുള്ളത് നമ്മുടെ ഒരു അനുമാനമാണ്. സ്വർണം പോലിരുന്ന ചെമ്പായിരുന്നു അത് എന്ന് യവന്മാരെല്ലാം പറയും. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. ഇത് അതായത് കമാൽ പാഷ സാർ, താങ്കൾ പറയുന്നത് ഈ അന്വേഷണത്തിന്റെ ആകെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി ഈ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറാൻ പോകുന്നു എന്നാണ്. കാരണം സ്വർണം പൊതിഞ്ഞതാണ്. ആ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളിയിൽ ഒരിക്കലും സ്വർണം മങ്ങി ചെമ്പ് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ അതിനകത്ത് ചെമ്പ് കണ്ടു തുടങ്ങിയെന്നും സ്വർണം മങ്ങി എന്നതും രേഖപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള തട്ടിപ്പ് നമുക്ക് തെളിയിക്കണമെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതിന് രേഖകൾ വേണം. അതൊരു അടിസ്ഥാന രേഖയാണ് ഈ കേസിനെ സംബന്ധിച്ചല്ലേ. അപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ കേസിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒന്നായി അത് മാറും. ഈ അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നായി അത് മാറും അല്ലേ? ഉറപ്പാണ്. അന്വേഷണം പോലും വഴിമുട്ടും. അന്വേഷണം വഴിമുട്ടുന്നത് മാത്രമല്ല പ്രശ്നം. ഇനി അന്വേഷിച്ച് എന്തെങ്കിലും ഇവരിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാളെ പോറ്റിന്ന് നേരത്തെ നാളെ രാഹുൽ പറഞ്ഞതുപോലെ അയാളെ പോറ്റിന്ന് പോലും നമുക്ക് വിളിക്കാൻ തോന്നുകയില്ല. കാരണം ആ വർഗത്തിലുള്ള ആളുകളൊന്നും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ഏതായാലും ഇവർ ഈ ഉണ്ണികൃഷ്ണനൊക്കെ ഇതേപോലെ സ്വർണം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് പോവുക, അതിന് എന്തെങ്കിലും തെളിവ് വേണ്ടേ? മറ്റൊരു എൻ ബ്ലോക്കായിട്ട് എന്ന് പറയുക അത് ചെമ്പാണ്, സ്വർണ്ണം ഇല്ല, പിന്നെ ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂശിയതായിട്ടേ അത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ മാത്രം, അതായത് സ്വർണ്ണം യഥാർത്ഥത്തിൽ അത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയതല്ല, അത് ആ സ്വർണ്ണ പാളി പൊതിഞ്ഞതാണ്. അതിൻ്റെ മെത്തേഡ് പോലും എല്ലാവരുമായിട്ട് കുറേ നാളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നടന്ന സംഭവമാണ്. അവിടെ വെച്ച് പണിഞ്ഞ 55 ജോലിക്കാർ അവിടെ വന്നിരുന്ന് പണിഞ്ഞതാണ് സന്നിധാനത്ത്. അപ്പോൾ ഇത്രയും സ്വർണം എടുത്ത് മാറ്റിയതിന് ശേഷം കൂളായിട്ട് പറയുക ചെമ്പായിരുന്നു. തീർന്നില്ലേ? കാര്യം തീർന്നില്ലേ? സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് വേണ്ടേ? ആ സ്വർണം ഉണ്ടായിരുന്നെന്ന് നമ്മളോ ഇപ്പോൾ ഞാനോ ഗോപികൃഷ്ണനോ അല്ലെ രാഹുൽ ഈശ്വരോ ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് കാരണം അത് കാണിക്കണം. സ്വർണം അവിടെ ഉണ്ടായെന്നതായിട്ട് കൊണ്ടുവന്നതായിട്ട് പറയണം. പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്ത് പറഞ്ഞാലും ശരി, അയാളങ്ങ് സമ്മതിച്ചു. അയാൾ കസ്റ്റഡിയിലിരിക്കുമ്പോൾ പോലീസിനോട് പറയുന്ന ഒന്നും എവിഡൻസ് അല്ല. ഇപ്പോൾ SITക്ക് അയാൾ കൊടുക്കുന്ന മൊഴി കുറ്റസമ്മതം ഞാനിങ്ങനെ എടുത്തു, ഇതുപോലെ കൊണ്ട് അവിടെ കൊടുത്തു, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റഡ് പർപ്പസ് മാത്രമേ ഉള്ളൂ. അതായത് പഴയ സെക്ഷൻ 27 എവിഡൻസ് ആക്ട്, അതിൻ്റെ ആ വിലയല്ലാതെ വേറൊന്നും അതിനില്ല. കാരണം ഇത് കണ്ടെടുത്തത് പോലും ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതേപോലെ ഈ ക്ലാരി ചെയ്ത്, അതായത് ഈ സ്വർണം ഈ പാളി പൊതിഞ്ഞ പാളിയായിട്ടല്ല അത് കണ്ടെടുത്തേക്കുന്നത്, ഇൻഗട്ടായിട്ടാണ്. ഗോൾഡ് ഇൻഗട്ട്, അതായത് ഇത് ഉരുക്കുന്ന ഒരു സാധനമാണ്, ഉരുക്കി. അത് ഏത് സ്വർണ്ണമാണ് എന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഈ പാളി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാം, ഇതായിരുന്നു അവിടെ ഞാൻ കണ്ടിരുന്ന പാളി, ഈ സ്വർണ്ണപ്പാളി. സാർ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ നമ്മൾ ആദ്യമൊക്കെ കരുതിയിരുന്നത് ഇതിലെ ഒന്നാം പ്രതിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശരിക്ക് പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ ചുരുളഴിയും, നമുക്ക് യഥാർത്ഥ പ്രതികളിലേക്ക് ചെന്നെത്താൻ കഴിയും എന്നൊക്കെയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നാഗേഷ് എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞു, അത് നാഗേഷ് അല്ല നരേഷാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് വിജിലൻസിന് കൊടുത്ത ഒരു മൊഴിയിൽ പറഞ്ഞ കാര്യമല്ല, ആ ആളല്ല ഇയാളെന്ന് മനസ്സിലാകുന്നു. പിന്നെ സ്വർണം ഉരുക്കിയത് എവിടെയാണ്, ആ കാര്യത്തിലും ഇപ്പോൾ അവ്യക്തതയുണ്ട്. അതായത് ബംഗളൂരുവിൽ കൊണ്ടുപോയി പിന്നീട് ഹൈദരാബാദിൽ കൊണ്ടുപോയതാണ് ഉരുക്കിയതെന്ന് പറയുന്നു. പക്ഷേ കൽപേഷിനെ കണ്ടെത്തിയിരിക്കുന്നത് ചെന്നൈയിലാണ്. ഇനി അവിടെയാണോ ഉരുക്കിയത് എന്ന കാര്യത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അതായത് ഇതിലെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് കരുതുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ആയിരുന്നു. അയാൾ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല സ്വർണം ഉരുക്കി എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ സ്വർണത്തിൻ്റെ പേരിൽ മാത്രം അതിൻ്റെ ഉത്തരവാദിത്വം അവിടെ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ദേവൻ്റെ ഈ സ്വത്ത് അത് മറ്റാർക്കെങ്കിലും വിറ്റോ, എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനമാണോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഡിവൈൻ വാല്യൂ ഉള്ള ആ ശബരിമലയിൽ ആ സ്വത്ത് ആർക്കാണ് വിറ്റത്? അതിന് പിന്നിലെ കച്ചവടക്കാർ ആരൊക്കെയാണ്? വിഗ്രഹ വിൽപ്പന നടന്നിട്ടുണ്ടോ? തുടങ്ങിയിട്ടുള്ള
പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതാണ് ഈ അന്വേഷണത്തിലൂടെ. അതൊക്കെ വേറൊരു അർത്ഥത്തിൽ തടസ്സപ്പെടുകയാണോ? ഉറപ്പായിട്ട്. കാര്യം ഇത് ഇയാളിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇത് എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർണം മോഷിച്ചുകൊണ്ട് പോയ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ നേര് പറയുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? കാരണം എല്ലാവരും യഥാർത്ഥത്തിൽ ആരാധിക്കുകയും യഥാർത്ഥത്തിൽ ഭയപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ സമൂഹം തന്നെ മുമ്പോട്ട് നീങ്ങുന്ന പലപ്പോഴും ഒരു ദൈവഭയം പറയും. ഒന്നുമില്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരാളുണ്ട് എന്നെല്ലാവരും പറയാറില്ലേ? അതായത് ദൈവത്തിനെയാണ് അൾട്ടിമേറ്റ്ലി പറയുന്നത്. ആ ദൈവത്തിൻ്റെ സ്വർണം എടുത്ത് അടിച്ചു മാറ്റിയ ഒരുത്തൻ നേരെ പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും പറയത്തില്ല. അത് മാറ്റിയും മറിച്ചും തിരിച്ചും എല്ലാം പേരും എല്ലാം മാറ്റി പറയും. ഇയാൾക്ക് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇതൊക്കെ ഒരവസരത്തിൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഇതിന് രേഖ കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും തെളിവ് അതിനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്വർണ്ണപ്പാളി ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവും കോടതി ലീഗൽ എവിഡൻസ് ആയിട്ട് കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് നിർബന്ധമായിട്ട് ഇതല്ലെങ്കിൽ അവിടെ ദേവസ്വം ബോർഡിലെ രേഖകൾ ദേവസ്വത്തെ ഓഫീസിൽ അതില്ലെങ്കിൽ എവിടുന്നെങ്കിലും ഈ രേഖ സംഘടിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരു വലിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ SIT നേരിടുന്നത്. ഇപ്പോൾ അവർ നേരിടേണ്ടി വരുന്നതും അതാണ്. കാരണം ഈ സ്വർണം ഉണ്ടായിരുന്നെന്ന് പ്രൂവ് ചെയ്യണ്ടേ? അതല്ലേ പ്രശ്നം. ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ സ്വർണം ഉണ്ടായിരുന്നെന്ന്? നമ്മളൊക്കെ കണ്ണുകൊണ്ട് കണ്ടത് ശരിയാണ്, പക്ഷേ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് ആര് പറഞ്ഞാലും അത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് നമുക്ക് തെളിയിക്കണം. മാത്രമല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 27 അനുസരിച്ച് ഡിസ്കവറി നടത്തി എടുത്തേക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് ഗോൾഡ് ഇൻഗട്ടാണ്. അത് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കത്തില്ല. ഈ സ്വർണ്ണമാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല. അതിന് വേറെ തെളിവുകൾ വേണം. അല്ലെങ്കിൽ ഈ എടുത്ത് ഉരുക്കി വെച്ചേക്കുന്നത് സമ്മതിക്കണം, ശരിയാണ്, ഇത് ഇവിടെ കൊണ്ടുവന്നു, ഇത് പാളിയായിട്ട് കൊണ്ടുവന്നതാണ്, ഞാനിത് ഉരുക്കി ഇതാക്കിയതാണ് എന്ന് പറയണം. ഇവന്മാരാരെങ്കിലും അത് പറയുമോ? ഗോപീഷൻ അതിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചിലപ്പോൾ അത് പറഞ്ഞു നിന്നിരിക്കും. പക്ഷേ കോടതി വരുമ്പോൾ സീനങ്ങ് മാറും. നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല. അവിടെ വരുന്നുണ്ടെങ്കിൽ പറയേ ഞാനിതൊന്നും ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ വന്ന് സ്വർണം വേണമെന്ന് പറഞ്ഞു. ഇത്ര കിലോ സ്വർണം ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത്രയൊന്നുമില്ല, കുറേ സ്വർണം അയാൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു, അത് ഉരുക്കി, അത്രയേ ഉള്ളൂ. അത് ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഉരുക്കിയതൊന്നും അല്ല, ഇത് ഇവിടുന്ന് അതിന് തത്തുല്യമായ സ്വർണം എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എവിഡൻസ് ഇല്ല. അത് വലിയ പ്രശ്നമാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് യഥാർത്ഥ ഈ ക്ലാഡി ഈ പൊതിഞ്ഞിരുന്ന ഈ ഇതുണ്ടല്ലോ, ആ ചെമ്പ് പാളി, യഥാർത്ഥ ചെമ്പ് പാളി, അതിൻ്റെ മേളിലാണ് സ്വർണം പൊതിഞ്ഞത്. ആ ചെമ്പ് പാളി പോലും മാറ്റി. അതാണല്ലോ തൂക്കത്തിൽ ഇത്. അതിനേതാണ്ട് 1 മാസം 39 ദിവസം എടുത്തു ഇവിടുന്ന് ചെന്നൈ കൊണ്ടിയല്ല. 39 ദിവസം ഇവിടുന്ന്, അതായത് 3.5 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് ചെല്ലാവുന്ന ഒരു സ്ഥലത്ത്, അല്ലെ 5 മണിക്കൂർ കൊണ്ട് ചെല്ലാവുന്ന ഒരു സ്ഥലത്ത് ഇത് 39 ദിവസം ഈ സാധനം ഇത് കൊണ്ടുപോയി കറങ്ങി നടന്നു. എന്തിന്? പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഇയാൾക്ക് ഇതൊക്കെ പ്രദർശനമൊക്കെ നടത്തി അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തണം, പലയിടത്തും കൊണ്ടുചെന്ന് പൂജ നടത്തണം. ഈ പൂജയൊക്കെ നടത്തി ഇതങ്ങ് കൊടുക്കുക. ഇത് മുഴുവൻ ആളുകൾക്ക് അടയുന്ന പണവും മാറ്റി കൊടുക്കൊണ്ട് എത്രയോ ലക്ഷങ്ങൾ കോടികളാണ് ഇത് അടിച്ചു മാറ്റിയേക്കെന്നറിയോ? സ്വർണത്തിൻ്റെ വില മാത്രമല്ല പോയേക്കുന്നത്, ഇതിന് ഡിവൈൻ വാല്യൂ ഉണ്ടല്ലോ. ഡിവൈൻ വാല്യൂ നമ്മളൊക്കെ കാണുന്നതിനുമൊക്കെ എത്രയോ അപ്പുറമാണ്. ആ ഡിവൈൻ വാല്യൂ അടിക്കാനായിട്ട് ഏതോ പണക്കാരൻ്റെ കയ്യിൽ, യഥാർത്ഥത്തിൽ വലിയ ധനാട്യൻ്റെ കയ്യിൽ ഈ ഒറിജിനൽ ആ ചെമ്പ് പാളി പൊതിഞ്ഞല്ലോ, അതിൽ നിന്ന് സ്വർണം അടിച്ച് മാറ്റി, അത് കഴിഞ്ഞ് ബാക്കി ആ ചെമ്പ് പാളി പോലും വേറെ എവിടെങ്കിലും കാണും. ഇത് ഇവിടെ ഹാജരാക്കിയേക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതൊന്നും ആയിരിക്കത്തില്ല. കുറവ് വന്നത് സ്വർണം മാത്രം. അതെ, ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഇത് അവിടെ ഇരുന്ന അവിടുത്തെ ശബരിമലയിലെ ഈ സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിക്കാൻ ആളുണ്ട്. ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ഒക്കെ ഉള്ള പണക്കാരെന്ന് പറഞ്ഞാൽ അവരിങ്ങനെയുള്ള കാര്യത്തിന്, ഈ ഭക്തിയുടെ കാര്യത്തിലൊന്നും അവർ പുറകോട്ടല്ല. അവരെന്തും കൊടുക്കും അതിനു വേണ്ടി. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാം. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നല്ലേ ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? ക്ഷേത്ര അമ്പലത്തിൽ ജനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ അത് അടിച്ചു മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇതുപോലെ കൊള്ള നടക്കുന്നറിയോ? കാരണം ഇതിനൊന്നും ശരിയായ കണക്കൊന്നുമില്ല. ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്ത ഒരവസ്ഥാവിശേഷമാണ്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ അയാൾക്ക് ഔദ്യോഗിക ഒരു പരിവേഷം ഇല്ലാത്ത ഒരാൾ, അയാൾ അവിടെ ശബരിമലയിൽ ആരാണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതാണ് അയാളുടെ കയ്യിൽ അത് കൊടുത്തയക്കുക, രണ്ടാമത് വീണ്ടും അയച്ച് ഇയാളെ തന്നെ കൊടുത്തയക്കുക. ഇയാൾക്ക് ഇങ്ങനെ
അങ്ങ് പറയുക അത് ഞാൻ സ്പോൺസർ ചെയ്യുന്നു, അല്ലെ വേറൊരാൾ സ്പോൺസർ ചെയ്യുന്നു, ഈ രീതിയിലാണ്. സ്വർണ്ണമാണ് ഇടപാട്. ഇത് ആകെപ്പടെ 576 ഗ്രാം സ്വർണ്ണമേ കണ്ടെടുത്തിട്ടുള്ളൂ. ഇതൊന്നും അല്ല ആ പോയേക്കുന്നത്. ഇനി എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, ഈ ശ്രീകോവിലിൻ്റെ മേൽക്കൂര പോലും ഒന്ന് അഴിച്ച് പരിശോധിക്കേണ്ടതാണ്. കാരണം അത് ഈ സ്വർണ്ണം ഉണ്ടോയെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. കാരണം അത് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇത് ഇത്രയും, അതായത് കട്ടളപ്പാളി പോലും പൊതിഞ്ഞ്, വാതിൽപ്പാളി, പാളി, അതേപോലെ തന്നെ ദ്വാരപാലകർ, ഇതിൽ നിന്നെല്ലാം അടിച്ചു മാറ്റി. അപ്പോൾ അവർ അവിടെ മേൽക്കൂരയിലുള്ള സ്വർണം എന്ന് പറയുന്നത് മോശമല്ലല്ലോ. അതുപോലും എൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഇനി അത് പരിശോധിക്കേണ്ടതായിട്ട് തന്നെ വരും. ഇതെല്ലാം ശരി. കമാൽ പാഷ സാർ, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്ക് യു. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഇതിന് പിന്നിൽ ഒരു വലിയ സ്കീമിംഗ് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ്. കാരണം അന്വേഷണ സംഘത്തിന് ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഉന്നതരായ ആളുകളിലേക്ക് ഇതിന് പിന്നിൽ നടക്കുന്ന ഗൂഢാലോചന, ഇതിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു പദ്ധതി തന്നെ ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആസൂത്രകരിലേക്ക്, അതെത്ര ഉന്നതരായാലും അവരിലേക്കൊക്കെ അന്വേഷണം ചെന്നെത്തണം എന്നാണ്. അതിന് വിലങ്ങ് തടിയാകുന്ന വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ഉദാഹരണത്തിന് നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ സാർ പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയെ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു എന്നതിനുള്ള രേഖ, അതിപ്പോൾ കാണാനില്ല. ഇനി നമ്മൾ ഒക്കെ കരുതിയിരുന്നു, ഇപ്പോൾ രാഹുൽ തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, എത്രയോ മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചിരുത്തി വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ വിവരങ്ങളൊക്കെ കിട്ടും എന്നായിരുന്നു നമ്മൾ കരുതിയത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വിവരത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്, സ്വർണം ഉരുക്കി എന്നതാണ്. അതായത് കേവലം ഒരു 1/2 കിലോ സ്വർണം ഉരുക്കി കയ്യിൽ വെച്ചു എന്ന ഒരു ചെറിയ കുറ്റത്തിലേക്ക് ഈ കാര്യങ്ങൾ ചുരുങ്ങിപ്പോകുമോ എന്ന ആശങ്ക അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്രമുഖരുടെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെങ്കിൽ അവരിലേക്ക് ചെന്നെത്തുന്ന തരത്തിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നതാണോ രാഹുൽ ഈ വരുന്ന വിവരങ്ങളൊക്കെ? അതിൽ അന്വേഷണ സംഘത്തിനെ ബുദ്ധിമുട്ടിലാക്കുന്നതാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ? ശ്രീ ഗോപികൃഷ്ണൻ 2 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ്, ശ്രീ കമാൽ പാഷ സാർ പറഞ്ഞ നിലപാട് 100 അല്ല 200% കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് പ്രണമിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് ഒരു വരി പോലും കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള അർഹത എനിക്കില്ല. അത്ര കൃത്യമായി ഭക്തരുടെ വേദനയും വിഷമവും അതോടൊപ്പം ഈ വിഷയത്തിൽ സത്യവും നീതിയും തേടുന്ന എല്ലാ മനുഷ്യരുടെയും നിലപാട്, അവരുടെ മനസ്സിലെ വികാരം നിയമഭാഷയിൽ കൂടി, നമുക്കൊന്നും അറിയാത്ത നിയമത്തിൻ്റെ ഡെപ്തായ ഡീറ്റെയിലായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കതിനപ്പുറം ഒരു കാര്യം പറയാനില്ല. കാര്യം അത്ര ഡീറ്റെയിലും ഷാർപ്പുമായിട്ട് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, ഞാൻ ശ്രീ ഗോപികൃഷ്ണനെ സഹായിക്കാം. ശ്രീ ഗോപികൃഷ്ണൻ 2027 അടുത്ത വർഷമോ അടുത്ത വർഷമോ വായിക്കാൻ പോകുന്നൊരു വാർത്ത ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങേക്ക് അത് ഭാവിയിൽ ഒരുപക്ഷെ ഗുണം ചെയ്യും. ഇത് കേട്ടുവച്ചാൽ അങ്ങേക്ക് ഈ വാർത്ത ഭാവി വായിക്കാം. വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെയെല്ലാം കോടതി വെറുതെ വിട്ടു. സ്വർണ്ണപ്പാളികളാണ് എന്ന് അന്വേഷണ സംഘത്തിന് തെളിയിക്കാനായില്ല എന്നും കോടതി നിരീക്ഷിച്ചു. നഷ്ടമായത് ചെമ്പാണെന്ന് ദേവസ്വം ബോർഡും പ്രതികളും വാദിച്ചു. കേരള സർക്കാർ പ്രത്യേകിച്ച് നിലപാടൊന്നും എടുത്തില്ല. ചിലർ ചെമ്പെന്നും ചിലർ സ്വർണമെന്നും പറയുന്ന കഴിഞ്ഞ അധ്യായമാണതെന്ന് പാർട്ടി സെക്രട്ടറി പ്രതികരിച്ചു. ശബരിമലയിൽ വിജയ് മല്യ എന്ന ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ദേഷ്യവും നിരാശയും പ്രകടിപ്പിച്ചു. ഇങ്ങനെ ഒരു വാർത്തയായിരിക്കും ശ്രീ ഗോപികൃഷ്ണൻ 2027 വായിക്കേണ്ടി വരുന്നത്. ഇതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കനിയുകയും അവർ മുമ്പിരുന്ന അതേ ഊർജത്തോടെ അതേ ശക്തിയോടെ സുവമോട്ടോ കേസ്, സ്വമേധയാ കേസെടുത്ത് മുമ്പിൽ വന്നതുപോലെ അന്വേഷണ സംഘം ഒരു പക്ഷേ നമ്മൾ അറിയുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്തു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ ഹൈക്കോടതി കൃത്യമായി ഡയറക്റ്റ് ചെയ്ത് ആർജവത്തോടെ പോകണം. 2 കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ സ്വർണ്ണം ഉരുക്കി വിറ്റു എന്നും എടുത്തു എന്നും പറയുന്നത്? കാരണം ഇത് ബാക്കി ആരിലേക്കും ഈ അന്വേഷണം നീളരുത്. ഓൾറെഡി ഉള്ള ചെമ്പ് പാളികളും സ്വർണ്ണപ്പാളികളും നശിച്ചു. സ്വർണം ഉരുക്കിയെടുത്ത് സ്വർണം ഞങ്ങളുടെ കയ്യിലുണ്ട്, ചെമ്പ് പാളികൾ നശിച്ചു എന്ന് പറയുകയാണ്. ഇത് പച്ചക്കള്ളമാണ്. കണക്ക് വെച്ച് ഞാൻ പറയാം. അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോഗ്രാമോളം സ്വർണ്ണമുണ്ടെന്ന് ഹൈക്കോടതി വിധിയിലും മുമ്പുള്ള കമ്മ്യൂണിക്കേഷനിലും ഉണ്ടെന്ന് വിധി ന്യായങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണപ്പാളികളിൽ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളിൽ പൂശിയിരിക്കുന്നത് 361 ഗ്രാമാണ്. ഇതേപോലെ കട്ടിളയിൽ 400 ഗ്രാമാണ്. ആദ്യത്തെ ഏറ്റവും വലിയ ക്രൈം, ആരാണ് സ്വർണം പതിച്ചിരിക്കുന്ന ഈ പാളികൾ മാറ്റി സ്വർണം പൂശിയാൽ മതിയും തീരുമാനിച്ചത്?
ഇപ്പൊ അവർ കണക്കൊപ്പിച്ച് തൂക്കം ഒപ്പിച്ച് എങ്ങനെങ്കിലും ഏറ്റവും കുറഞ്ഞ കിലോഗ്രാം സ്വർണം മാത്രമേ നഷ്ടമായുള്ളൂ എന്നും അത് എവിടെന്നെങ്കിലും പിടിച്ചെടുത്ത് കേസ് അവസാനിപ്പിക്കാനും നോക്കുകയാണ്. എന്തൊരു കള്ളമാണ്. 2019 അവിടെ കിട്ടിയ സ്വർണം ഈ 6 വർഷമായിട്ട് ആ ജുവലറിയിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇത് ആരെങ്കിലും വരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണോ? കൃത്യം ഇവർ പറയുന്ന അതേ കണക്കിൽ തൂക്കം ഒപ്പിക്കുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും 2 കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഹൈക്കോടതി വാക്കാൽ തന്നെ എഴുതുന്നതിൽ ഒരു ഡൗട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോയ പാളികളാണോ തിരിച്ചു വന്നത് എന്ന് ഞങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നു. സംശയമൊന്നും വേണ്ട. അല്ല, കൊണ്ടുപോയ പാളികൾക്ക് 42.8 കിലോഗ്രാമാണ്, തിരിച്ചു വന്ന പാളികൾക്ക് അല്ലെങ്കിൽ എല്ലാം കൂടെ 38 കിലോഗ്രാമാണ്. ആ പാളികൾ മാറ്റി മറ്റൊരു പാളിയിൽ സ്വർണം പൂശിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സംശയമൊന്നുമില്ല. നേരത്തെ കമാൽ പാഷ സാർ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും അനുമാനം ഈ പഴയ സ്വർണം പതിച്ച പാളികളോ അല്ലെങ്കിൽ അല്ലാത്ത പാളികളോ ബിസിനസ്സുകാർക്ക് വലിയ വിലയ്ക്ക് വിൽക്കുകയും മറ്റും തട്ടാവള കുടുംബത്തിലെ അടക്കമുള്ള ആൾക്കാർ സൂചിപ്പിക്കുന്നത് പോലെ, ശ്രീ മഹേഷ് ജി ഒക്കെ സൂചിപ്പിക്കുന്ന പോലെ ഡിവൈൻ വാല്യൂവിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. ഇവരിലേക്ക് അന്വേഷണം പോകാതിരിക്കാനും ദേവസ്വം ബോർഡിന്റെ പങ്ക് വരാതിരിക്കാനും വേണ്ടിയാണ് താൻ തന്നെയാണ് എല്ലാം ചെയ്തതെന്ന് ഈ ഉണ്ണികൃഷ്ണനും അതോടൊപ്പം സ്മാർട്ട് ക്രിയേഷൻസിലെ ആൾക്കാരും അല്ലെങ്കിൽ കൂടി വന്ന മുരാരി ബാബുവിനെ കൊണ്ട് പറയുന്നത്. ഒരൊറ്റ ചോദ്യത്തിൽ ഞാൻ നിർത്താം. നമ്മുടെ വീട്ടിൽ നിന്നൊരു 10 പവൻ പണിക്കെടുത്തോണ്ട് പോയി 39 ദിവസത്തിന് ശേഷമാണ് പണിക്കാരന്റെ കിട്ടിയെന്നിരിക്കട്ടെ, നമ്മൾ ചോദിക്കില്ലേ? ഇത് ഹൈക്കോടതിയുടെ വിധിയിലുണ്ട്. 39 ഡേയ്സ് എടുത്തു. ജൂലൈ 20 കഴിഞ്ഞ് ഓഗസ്റ്റ് 29 അത് ചെന്നൈയിൽ എത്തുന്നത്. എന്താ ദേവസ്വം ബോർഡുകാർ വിളിച്ചു ചോദിക്കാത്തത്? കാര്യം ദേവസ്വം ബോർഡുകാർ വിളിച്ചു ചോദിക്കാത്തത് അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോണേന്ന്. അവർക്കറിയാം ഇത് വേറെ ഒരു ചെമ്പ് പാളി നിർമ്മിച്ച് അതിൽ സ്വർണം പ്ലേറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. 2 ചോദ്യമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഒന്ന്, പഴയ സ്വർണ്ണപ്പാളികൾ മുറിച്ച് പലതായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഗങ്ങളാണല്ലോ പലതായിട്ട് ബിസിനസ്സുകാർക്ക് വിറ്റോ? സ്വർണം മാത്രമാണോ ഇതിൽ മോഷ്ടിച്ചത്? ഇപ്പോ തൂക്കം ഒപ്പിച്ച് കുറച്ച് സ്വർണം എവിടെ നോക്കിയോ അറേഞ്ച് ചെയ്ത് തിരിച്ചത് സബ്മിറ്റ് ചെയ്ത് രക്ഷപ്പെടാനാണ് ഇതിന്റെ കാരണം. ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്താതിരിക്കാനും പോളിസി മേക്കേഴ്സിലേക്ക് അന്വേഷണം എത്താതിരിക്കാനും ഉണ്ണികൃഷ്ണൻ എന്ന പ്യൂണിനെ വെച്ച് മുരാരി ബാബു എന്ന കൈയിനെ വെച്ച് തലയെ രക്ഷിക്കാനും മാസ്റ്റർ മൈൻഡ്സിനെ രക്ഷിക്കാനുമുള്ള നീക്കമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ. അല്ല രാഹുൽ, അതിലൊരു സംശയം. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പോലെ സ്വർണം ഉരുക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരു രാസപ്രവർത്തനത്തിലൂടെയാണല്ലോ അത് ചെയ്യുക, ഒരു കെമിക്കൽ ആക്ഷനിലൂടെയാണല്ലോ അത് ചെയ്യുക. അപ്പോഴങ്ങനെയാണെങ്കിൽ ഈ പാളി മാത്രം, അതായത് ചെമ്പ് പാളിയെ മാത്രം വേർതിരിച്ച് ഉരുക്കാൻ കഴിയില്ല എന്നാണ് ചില വിദഗ്ധർ പറഞ്ഞത്. അതായത് ഇത് പൂർണ്ണമായ ഒരു കെമിക്കൽ പ്രോസസ്സിലൂടെ കൊണ്ടുപോയി സ്വർണം വേർതിരിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഈ സ്വർണം മാത്രം അടർത്തി മാറ്റി ചെമ്പുപാളി, അതേ ചെമ്പുപാളി കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ലല്ലോ. അതായത് അത് രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണല്ലോ നമ്മളപ്പോൾ കരുതുന്നത്. ആ ചെമ്പുപാളി ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അല്ല, ഇപ്പം ഞാൻ എനിക്ക് പറയുമ്പോൾ എനിക്ക് വേദനയുണ്ട്. പക്ഷേ ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ പാളി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതായത് വിജയമല്യ തന്നെ തനി തങ്കത്തിലുള്ള ആ സ്വർണ്ണപ്പാളികളല്ല ഇരിക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല, അത് വേറെ. 2, ഇത് ഉരുക്കി നശിച്ചു എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പഴയ സ്വർണ്ണപ്പാളികൾ എവിടെ, ആരിലേക്ക് പോയി എന്ന ചോദ്യം അവിടെ ക്ലോസ് ചെയ്യാനാണ്. പകരം പുതിയ ചെമ്പ് നിർമ്മിച്ചു, ആ ചെമ്പിൽ സ്വർണം പൂശി. ഒന്ന് ശ്രീ ഗോപികൃഷ്ണൻ ആലോചിച്ച് നോക്കൂ, 1.5 കിലോഗ്രാം സ്വർണം പതിച്ച ദ്വാരപാലക ശില്പങ്ങളെ 361 ഗ്രാം സ്വർണം പൂശിയ ദ്വാരപാലക പാളികളാക്കി മാറ്റാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആര് അധികാരം കൊടുത്തു? അതായത് ഇനി അവർ വാദിക്കാൻ, നേരത്തെ കമാൽ പാഷ സാർ പറഞ്ഞാണ് അതിന്റെ ആത്മാവ്, ഭാവിയിൽ കോടതിയിൽ വരുമ്പോൾ വാദിക്കാൻ ചെമ്പ് തെളിഞ്ഞു എന്നൊക്കെ മുരാരി ബാബു പറയുന്നത് കേട്ടില്ലേ? എങ്ങനെയാണ് സ്വർണം പതിച്ചിരിക്കുകയാണെങ്കിൽ ചെമ്പ് തെളിയുന്നത്? സ്വർണം പൂശിയതല്ല, സ്വർണം പതിച്ചതാണ്. കട്ടിക്ക് സ്വർണം പതിച്ച പാളികളാണ്. ഹൈക്കോടതി വിധിന്യായത്തിൽ പോലും ഈ 2 മെത്തേഡ്സിന്റെയും വ്യത്യാസം കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഹൈക്കോടതി അതിൽ എടുത്തെഴുതുന്നുണ്ട്, മഴയടക്കമുള്ള കേരളത്തിന്റെ കാലാവസ്ഥകളെ അതിജീവിക്കാനായി ട്രഡീഷണൽ രീതിയിൽ ഗോൾഡ് ക്ലാഡിംഗ് ആണ് നടന്നത്. അപ്പോൾ ഭാവിയിൽ ഇവർക്കൊരു ഡിഫൻസ് ഉണ്ടാക്കാൻ, വാദം ഉണ്ടാക്കാനാണ് ചെയ്യുന്നത്. ഇനി ഒറ്റ ചോദ്യത്തിൽ നിർത്താം. ഇത്രയൊക്കെ ആരെങ്കിലും ഒരു മാസ്റ്റർ മൈൻഡായി ചെയ്യണമെങ്കിൽ അവർക്ക് ദേവസ്വത്തിലും അധികാര സ്ഥാനങ്ങളിലും സ്വാധീനം വേണ്ടേ? ദേവസ്വം ബോർഡ് ഇത്തരം രേഖകൾ മറയ്ക്കാനോ നശിപ്പിക്കാനോ മറ്റോ കൂട്ടുനിൽക്കുന്നെങ്കിൽ ഇതിന്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡുകൾ എത്ര ശക്തിയായിരിക്കണം? ഒരു ഉണ്ണികൃഷ്ണനും മുരാരി ബാബുവും ചേർന്ന് മാത്രം ശ്രമിച്ചാൽ ഇത് നടക്കുമോ? അപ്പൊ അവരിലേക്ക് ഇത് എത്തുമോ? 2, വ്യാജരേഖാ നിർമ്മാണം, സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് മാത്രം എഴുതുന്ന ഫോൾസിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, ഫാബ്രിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, മിസ്ലീഡിംഗ് ചെയ്യുന്ന കാര്യം, അത് ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ നടക്കൂ? അപ്പോൾ ഉന്നതങ്ങളിലേക്ക്, ഇലക്ഷൻ വർഷമാണ്, CPM വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ
ഇലക്ഷൻ വർഷമാണ്. അവരോട് ബന്ധപ്പെട്ടതോ ഇടതുപക്ഷത്തോട് ബന്ധപ്പെട്ടോ ആൾക്കാരിലേക്ക് അന്വേഷണം നീളുകയാണെങ്കിൽ കലികാലം തീരുന്നത് വരെ അയ്യപ്പന്റെ സ്വർണം കട്ടവർ എന്ന അപമാന ഭാരം അവർക്ക് കാണും. അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഭക്തർക്ക് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരാണെങ്കിലും അവർ തീർച്ചയായിട്ടും അനുഭവിക്കണം. ഹേസ്റ്റ് ആൻഡ് പ്ലണ്ടർ എന്നാണ് ഹൈക്കോടതിയുടെ ആദ്യ പാരഗ്രാഫിൽ ഹൈക്കോടതി എഴുതിയിരിക്കുന്നത്. ഞാൻ വരാം. നമ്മളോടൊപ്പം രാഹുൽ, ശ്രീ സെന്തിൽനാഥനുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തെയാണ് ഈ വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധനാണ് ശ്രീ സെന്തിൽനാഥൻ. ശ്രീ സെന്തിൽനാഥൻ, താങ്കൾ തന്നെ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് 5 കിലോ സ്വർണത്തിൽ 2 ദ്വാരപാലക ശില്പങ്ങൾ 5 കിലോ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞിട്ടുണ്ട്. ആകെ 30 കിലോയോളം സ്വർണമാണ് അന്ന് എല്ലാത്തിനും വേണ്ടി ഉപയോഗിച്ചത്. അതുകൊണ്ട് ചെറിയ തേയ്മാനം കൊണ്ടൊന്നും ഇത് ചെമ്പ് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് താങ്കൾ മുൻപ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ശ്രീ സെന്തിൽനാഥൻ. പക്ഷേ ഇതിനൊക്കെ എന്ത് രേഖകളാണുള്ളത് ശ്രീ സെന്തിൽനാഥൻ? ദേവസ്വം ബോർഡിന്റെ കയ്യിൽ രേഖകളൊന്നും ഉള്ളതായി അറിയുന്നില്ല. കാരണം പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ആ രേഖകൾ കൊടുത്തിട്ടില്ല. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞതൊക്കെ ഒരു ജലരേഖയായി മാറുമോ? അപ്പോൾ എന്തായിരിക്കും ഇതിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ശ്രീ ഗോപികൃഷ്ണൻ, നൈസ് ടു കം ബാക്ക് ടു യു. അതായത് ഫസ്റ്റ് പ്രൈമ ഫേസി ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ എവിഡൻസ് തന്നെ, അതായത് വിജയമല്ല കൊടുത്ത ചെയ്തു എന്ന് പറയുന്ന എവിഡൻസ് രേഖകൾ തന്നെ അവിടെ ഇല്ലാന്ന് പറയുമ്പോൾ തന്നെ തീർച്ച ഹൈലി സസ്പീഷ്യസ് ഫാക്ടർ. ശ്രീ കമാൽ പാഷ സാറ് പറഞ്ഞ പോലെ ഓരോ എവിഡൻസും ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് കോടതിയിൽ എത്തുമ്പോഴേക്കും കോടതി വിൽ ബി ഓൾസോ അണ്ടർ എ സിറ്റുവേഷൻ, ഡയലമ സിറ്റുവേഷൻ, ഏത് തരത്തിൽ തീരുമാനമെടുക്കണം എന്നുള്ളത്. അപ്പൊ അവരുടെ ലക്ഷ്യം തന്നെ അതായിരിക്കണം ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. ഇത് ഒരു വർഷം. രണ്ടാമത്തെ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു അപ്രോക്സിമേറ്റ് സ്റ്റേജസിലേക്ക് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഇത്ര സ്ക്വയർ ഫുട്ടിന് ഇത്ര ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഗോൾഡ് അതിൽ വന്നിട്ട് ക്ലാഡിംഗ് ആയി കാണണം എന്നുള്ളൊരു നിഗമനം ക്യാൻ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻ ടു ദ കോർട്ട് ഇഫ് ദേ അലോ. കാരണം അതിന്റെ പ്രോസസ് എങ്ങനെ, ഇറ്റ് കനോട്ട് വേരി, വളരെ വേരിയേഷൻ വരാൻ പറ്റില്ല. അപ്പൊ ഒരു വിധത്തിൽ നോക്കാൻ പോയി കഴിഞ്ഞാൽ എവിഡൻസ് ഇല്ലാന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഈ പറഞ്ഞ പോലെ ജലത്തിൽ പോകുന്നത് പോലെയാണ്. 5 കിലോ എന്ന് പറഞ്ഞാലും കൊള്ളാം, 2 എന്ന് പറഞ്ഞാലും കൊള്ളാം, 3 എന്ന് പറഞ്ഞാലും കൊള്ളാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ പ്രൈമ ഫേസി എവിഡൻസ് എന്നെ മുക്കി കഴിയുമ്പോഴേക്കും പിന്നെ അവിടെ വാദിക്കാൻ വേറെ ഒന്നുമില്ല എന്നുള്ളത് ഒരു വശമാണത്. ഇനി രണ്ടാമത്തെ വശം നോക്കുകയാണെങ്കിൽ ഏറ്റവും എക്സ്പ്ലോറുള്ള എന്താണ്, ഇപ്പൊ ദ്വാരകയിൽ മാത്രമേ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നുള്ളൂ. കട്ല, നിലപ്പടി, ഡോറ്, ഇതിന്റെ എല്ലാം യെറ്റ് ടു കം ഔട്ട്. ദർ ആർ സോ മെനി തിങ്സ് ടു കം ഔട്ട്, മോർ ആൻഡ് മോർ. ഞാൻ ഇന്ന് കേട്ട ഒരു ന്യൂസ്, ആദ്യം 6 12 പീസാണ് ദ്വാരപാലകർ എന്ന് പറഞ്ഞത്. പിന്നത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴേക്കും 6 12 മാറി 14 പീസ് അവിടെ ഫിക്സ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ വേറൊരു ചാനൽ പറഞ്ഞ കേട്ടു സൈഡിലുള്ള 2 പില്ലറും കൂടി കൊണ്ടുപോയി ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫാക്ട് നമുക്കറിയില്ല. ഓരോന്ന് ഡീപ്പായിട്ട് പോകുമ്പോഴേക്കും there are so many suspicious factors coming out one by one. അത് യാതൊരു സംശയവുമില്ല. ബട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ യാതൊരു ചാൻസസും ഇല്ല എന്നുള്ളത് 100% റൂൾഡ് ഔട്ട് ആണ്. കാരണം all precautions were taken by the then contractor, Mr. Nagarajan. I spoke to him. ഞാൻ എന്നെ പോലെ സംസാരിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്തത്, ഇതേപോലെ ഇതിലടിച്ചിട്ടാണോ, ഇങ്ങനെ ഷീറ്റ് ബൈ ഷീറ്റ് എടുക്കാറുണ്ടോ, അവർക്ക് കണക്ക് കൊടുക്കാറുണ്ടോ, ബുക്ക് വെയിറ്റ് എടുക്കാറുണ്ടോ, ഇങ്ങനെ ഓൾ ക്വസ്റ്റ്യൻസ് ഐ prepared questionnaires and then I asked one by one, and that report, final report, was given to Dr. Vijay Mallya. And I was not connected to board in any sense. ഇത് വല്ല അങ്ങോർക്ക് ഒരു എന്താ പറയുക, ഒരു മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപശകനം പോലെ തോന്നി, ഒരു ചോർച്ച വന്നല്ലോ, അപ്പൊ അത് എന്തായിരിക്കും, അപ്പൊ അത് കാരണം ബാക്കിയുള്ള സ്ഥലത്തിന് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് I was taken into consideration to give a report based on that. അപ്പൊ വെച്ച് നോക്കുമ്പോ എല്ലാം കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ഇപ്പൊ ആദ്യം പോലെ കമാൽ ഷാ സാർ പറഞ്ഞ പോലെ തന്നെ ഐ ഷുഡ് താങ്ക് ഹിം ഫോർ ഹാവിംഗ് ഗോൺ ഡീപ്പ് ഇൻ ടു ദിസ് സബ്ജക്ട്. റിട്ടയർഡ് ആണെങ്കിലും കൂടി ടേക്കൻ ദ ഇനിഷ്യേഷൻ ഓഫ് ഡൂയിങ് എ വെരി ഗുഡ് എന്താ പറയാ തറോ സ്റ്റഡി ഓൺ ദാറ്റ്. എന്നിട്ട് അവർക്ക് ആ ലീഗൽ സൈഡ് അറിയാവുന്നതുകൊണ്ട് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ എ മോർ കോഷ്യസ് വേ. ഇപ്പൊ ഗോൾഡ് ഈ പറയുന്ന പോലെ 24 ക്യാരറ്റ് ആണെന്ന് ഫസ്റ്റ് കണ്ടെത്തിയിരിക്കണം, ആ ടെസ്റ്റ് നടത്തിയിരിക്കണം. വെറുതെ ഒരു കട്ട് കൊടുത്തിട്ട് ഇൻകോട്ട് കൊടുത്തിട്ട് ഇത് ഗോൾഡാന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാണുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻ ആയി പോരുത്.
സോ മെനി അതർ പ്രോസസ്. ശ്രീ സെന്തിൽനാഥൻ, ഇപ്പൊ അതിനൊന്നുമുള്ള തെളിവ് നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 24 കാരറ്റ് ഗോൾഡ്, തങ്കം, അതിൽ ഈ അതിന്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് അത് സ്വർണ്ണ പാളി അത് ഷീറ്റാക്കി അത് ഈ ചെമ്പുപാളിയിൽ പൊതിഞ്ഞാണ് അവിടെ വെച്ചിട്ടുള്ളത്. താങ്കൾ അതിന്റെ കണക്കുകൾ പറഞ്ഞു, കോടതിയിൽ അതിന്റെ രേഖകളുണ്ട്. പക്ഷെ ഈ രേഖയൊന്നും ദേവസ്വം ബോർഡിന്റെ കൈവശമില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് അത് തെളിയിക്കാൻ പോകുന്നത്? എന്ത് മാർഗമാണ് അവർക്ക് മുന്നിലുള്ളത്? അഥവാ ഈ രേഖകൾ നശിപ്പിക്കപ്പെട്ടു പോയെങ്കിൽ എങ്ങനെയാണ് ഈ സത്യം പുറത്തു വരാൻ പോകുന്നത്? അതെ, പിന്നെ അപ്രോക്സിമേറ്റ് ഈ പറഞ്ഞതുപോലെ ബേസിക്കലായിട്ട് കണ്ടന്റ് എല്ലാം സെയിം ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു കോപ്പർ ഷീറ്റ് 20 kg യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ ഫുട്ട് ഏരിയയിൽ ഇത്ര വെയിറ്റ് വരണം എന്നുണ്ട്. അപ്പൊ സ്ക്വയർ ഫുട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് +or-10% അക്യുറസിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും യൂസേജ്. അപ്പൊ ഫ്രം ദാറ്റ് പിന്നെ ഈ പറയുന്ന പോലെ ഇറ്റ് ക്യാൻ ബി ബിൽഡ് അപ്പ് ഹൗ മച്ച് ഇറ്റ് വാസ് ബീൻ യൂസ്ഡ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദി എക്സാക്ട് ക്വാണ്ടിറ്റി ഇസ് ബീങ് യൂസ്ഡ്. ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇറ്റ് ഇസ് നോട്ട് എ ഇമ്പോസിബിൾ ടാസ്ക്, ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ്. പിന്നെ ലീഗൽ സൈഡ്, ദി അതർ സൈഡ് മീൻസ് ഈ പറഞ്ഞ പോലെ കോടതി കൊണ്ടുവരുമ്പോൾ ഒരുക്കിയത് ഇറ്റ് കനോട്ട് ബി ടേക്കൺ ആസ് എവിഡൻഷ്യൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് എ ലീഗൽ സൈഡ്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ബട്ട് ടെക്നിക്കൽ നോ ഹൗവില് 100% ഷുവർ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോക്കസിങ് പോയിന്റ് പോയിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദ്വാരപാലരെ തിരിച്ചവിടെ വെച്ചത് തന്നെ കമൽ സാർ പറയട്ടെ, അത് തെറ്റല്ലേ സാറേ? കാരണം പ്രൈമ ഫേസി എവിഡൻസ് ഉള്ളത് ഈ കേസിന്റെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുകൊണ്ട് റീഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ലേ? അപ്പൊ അത് തന്നെ ഒരു കള്ളത്തരം അതിന്റെ പുറകിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യമല്ലേ സാറേ? അത് ശരിയല്ലേ സാർ, ഇഫ് ഐ എം റൈറ്റ്? അപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവർ വീണ്ടും വീണ്ടും ചെയ്തത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രൈമ ഫേസി എവിഡൻസ് ആണ് അവിടെ. പക്ഷെ ടെക്നിക്കൽ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ ഒരു നോളജ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ക്വയർ ഫുട്ട് ഏരിയ കണക്ക് എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റഡ് ഗോൾഡ് യൂസ്ഡ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. 100% ഷുവർ ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്, നോ ഡൗട്ട്. അല്ല, ഞാൻ ഒരു കാര്യം കൂടി ടെക്നിക്കൽ ഭാഗം പറഞ്ഞതുകൊണ്ടാണ് ശ്രീ സെന്തിൽനാഥൻ. അതായത് ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഇതെല്ലാം ഉരുക്കി അതിന്റെ പങ്കുകാർക്ക് പങ്കുവെച്ചു കൊടുത്തു, ഞാൻ മാത്രമല്ല, ഞാൻ അതിനകത്ത് ഇരയാക്കപ്പെട്ട ആളാണ്, ഒരു ഉപകരണമായി നിന്ന ആളാണ്, മറ്റു പലരും ഇതിന് പിന്നിലുണ്ടായിരുന്നു, അവർക്കൊക്കെ ഞാൻ വീതം വെച്ചു കൊടുത്തു എന്നതാണ്. അത് സത്യമായിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായത് ആ പ്രോസസ്സ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഈ സ്വർണം ഉരുക്കിയെടുക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം അത് വീതം വെച്ചു എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ 2019 വെച്ച് നോക്കുമ്പോഴേക്കും 1998-നെക്കാളും ടെക്നോളജി ഹാസ് ഗ്രോൺ ഫാസ്റ്റ് അഹെഡ്. അപ്പൊ ഇതിന്റെ അകത്ത് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വാസ് അവൈലബിൾ. അപ്പൊ ഈ സമയം ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കാൻ കാര്യവും ഒരു റീസൺ അതായിരിക്കാം. ടു ഫൈൻഡ് ദ ടെക്നോളജി ഓഫ് ടേക്കിംഗ് ദ ഗോൾഡ് ഔട്ട് ഫ്രം ദാറ്റ് മൈറ്റ് ബി വൺ ഓഫ് ദ റീസൺ ഫോർ ഗെറ്റിംഗ് എ ലോങ്ങർ ഡ്യൂറേഷൻ ഫോർ എന്താ പറയാ ഇതിന്റെ റീസർച്ച്. പിന്നെ വേറൊരു ചെറിയ സംശയം, ഐ ഡോണ്ട് നോ, ഈ 39 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഇതൊരു റിപ്ലിക്ക എക്സാക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഞാൻ 2 പിക്ചറും കുറെ സൂം ചെയ്ത് എൻ്റെ അയച്ചു തന്നിരുന്നു, മാതൃഭൂമിക്കാരെ അയച്ചു തന്നിരുന്നു. നമ്മൾ ഈ 6 തെറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ള രീതി കൂടി ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് സോ മെനി ഡിഫറൻസസ് ഇൻ ദാറ്റ്, ബട്ട് ഐ കുഡൻ ഫൈൻഡ് മച്ച് ഓഫ് എ ഡിഫറൻസ് ഇൻ ദാറ്റ്. അപ്പൊ suspicious again grows into whether he has completely destroyed that and remade എന്നുള്ളൊരു സസ്പീഷ്യസ് അതിൻ്റെ അകത്ത് ഉണ്ട്. That can be proved only by taking the weight of the structure. അവിടെ നമുക്ക് ബുക്സ് വേണം, എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, എത്ര കൊടുത്തുവിട്ടിരുന്നു, അത് ഇത് ടാലി ആവുന്നത് നോക്കി കഴിഞ്ഞാൽ ദാറ്റ് ഓൾസോ ക്യാൻ ബി റൂൾഡ് ഔട്ട്. ഇപ്പൊ എല്ലാം ഒരു ഫിഷി സിറ്റുവേഷനിലാണ്, മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നോബഡി ഈസ് സേയിങ് ദ ട്രൂത്ത് ഓൾസോ. ശരി, അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം താങ്കൾ പറഞ്ഞത് എനിക്ക് തോന്നിയത് 39 ദിവസത്തിനകം ഇതിന്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ അത് കഴിഞ്ഞതുകൊണ്ടാകണമല്ലോ ഇത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ തുടക്കത്തിൽ പറഞ്ഞത്, ഞങ്ങൾ സ്വർണം പൊതിഞ്ഞ ഒരു ചെമ്പുപാളി കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ സ്വർണം പൂശി ഒരു ചെമ്പുപാളി കൊണ്ടുവന്നാൽ അതിന്റെ മേൽ വീണ്ടും വർക്ക് ചെയ്യുന്നതില്ല, അത് ചെമ്പായി മാത്രം കൊണ്ടുവന്നാൽ മാത്രമേ ഞങ്ങൾ അത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇവർ ചെമ്പുപാളി ആദ്യം കൊണ്ടുപോയി പൂശി കൊടുത്തിട്ടുണ്ട്, പിന്നെ രണ്ടാമത് കൊണ്ടുപോകുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. അപ്പൊ ആ പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ അപ്പോഴത് ഒറിജിനൽ ആയിരിക്കില്ലല്ലോ അവിടെ വന്നത്. അപ്പോൾ 39 ദിവസം കൊണ്ട് ഇത് എങ്ങനെ നടന്നു എന്ന് സംശയിക്കേണ്ടതില്ലല്ലോ, കാരണം അത് സംഭവിച്ചിട്ടുണ്ട്. അതെ, ഉണ്ടായിക്കാണ്. ഇത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ടുണ്ട്. പുള്ളി പല സ്ഥലത്തും ക്ഷേത്രങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ടും അവിടെ എല്ലാം ഈ സാധനം കൊണ്ടുപോയി ഞാനാണ് ശബരിമലയിലെ മെയിൻ ഒരാള് എന്നുള്ള രീതി കൂടി പ്രൊപ്പഗാൻഡയെ കൂടിയിട്ട് യെസ് കളക്റ്റഡ് മണി ഓൾസോ.
അവിടെ ബാംഗ്ലൂരിൽ ഞാൻ കേട്ടത് ആ സ്പോട്ടിൽ വെച്ച് വർക്ക് ചെയ്യിച്ചു എന്നുള്ളതാണ് ഞാൻ കേട്ട് മനസ്സിലാക്കിയത്. ഉണ്ടാവും. അവിടെ അപ്പൊ, ബാംഗ്ലൂരിൽ പ്രദർശനം വേറൊരു നടത്തി, സാധനമാണ് പൂജ അവിടെ നടത്തി, വെച്ചിരിക്കുന്നത്. Not പിന്നെ even- അതിന്റെ ഫോട്ടോസ് എടുത്തു, ആ ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അതെ. പ്രദർശിപ്പിച്ചു. അതിനുശേഷം എല്ലാവരും വിശ്വസിപ്പിച്ചു. പിന്നെ അത് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. ഏതായാലും നമുക്ക് രണ്ട് അതിഥികൾ കൂടിയുണ്ട്. ഇവിടെ ശ്രീ എല്ലാം- അതെ, ഇവിടെ റെജി എല്ലാം- ലൂക്കോസും ഉണ്ട്, തട്ടാവിള കുടുംബാംഗം ശ്രീ മഹേഷ് പണിക്കരുണ്ട്. ഞാൻ അവരിലേക്ക് കൂടി ഒന്ന് പോട്ടെ. ശ്രീ സെന്തിൽനാഥൻ, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇതെന്തൊക്കെയാണ് ശ്രീ റെജി ലൂക്കോസ് ഈ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 99 ഈ സ്വർണം പൊതിഞ്ഞതിനുള്ള രേഖകൾ ഈ ദേവസ്വം ബോർഡിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇതുവരെ കൈമാറിയിട്ടില്ല. അത് മുക്കിയോ നശിപ്പിച്ചോ എന്ന് നമുക്കറിയില്ല. എങ്ങനെയാണ് പിന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ പോകുന്നത്? എല്ലാം സുതാര്യമായും സത്യസന്ധമായും അന്വേഷിച്ച് ഈ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് ഈ സർക്കാർ ആവർത്തിച്ച് പറയുമ്പോൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അതിന് മുകളിലുള്ളവരും ഇതിന് ഒത്താശ ചെയ്തവരിലേക്കുമൊക്കെ ഈ അന്വേഷണം പോകണമെന്ന് ഹൈക്കോടതി പറയുമ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാൻ പോകുന്നത്? മാത്രമല്ല, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ട സ്ഥിതിയുണ്ട്. അവിടെ ഇതൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ കള്ളക്കളി ഒരിക്കൽ കൂടി തെളിയുകയല്ലേ? അതിലെ ചെമ്പല്ലേ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്? ഗോപീഷ 1999-98 കാലത്തിന് ശേഷം 25 വർഷത്തോളമായി ഈ സ്വർണം ക്ലാഡ് ചെയ്ത, അതായത് പിന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം ക്ലാഡ് ചെയ്ത് സ്വർണ്ണത്തിൽ പതിപ്പിച്ചിട്ട്, അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ആരാണ് ഇത് തട്ടിക്കൊണ്ടുപോയത്? 2004 മുതൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ ഇതാരാണ് കടത്തിയത്, അല്ലെങ്കിൽ ആരാണ് ഇത് കടത്തിയതിന് ശേഷം ഈ രേഖകൾ, ഈ ഡോക്യുമെന്റ്സ് നശിപ്പിച്ചത് എന്നത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ആരെയും സംശയിക്കപ്പെടാം. അത് ആരാണെന്നുള്ള കണ്ടെത്തുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം. അത് ഇന്ന ദേവസ്വം ബോർഡ് പിന്നെ അധികാരികളാണ് അത് കടത്തിയതെന്ന് പറയുന്നതിനകത്ത് അതൊരു പ്രജുഡീസ് ആയിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ ശബരിമലയുടെ നടത്തിപ്പ് സംരക്ഷണം ചുമതല ഏൽപ്പിച്ചിരുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ? ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത്, ഇവിടുത്തെ പൊതുസമൂഹം ചോദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2004 മുതൽ അവിടെ ഒരു കീഴ്ശാന്തിക്കാരൻ, ഒരു പരികർമ്മിയായിട്ടൊക്കെ ജീവിച്ചത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് പല ദേവസ്വം ബോർഡുകളും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എത്രയോ ബോർഡുകൾ വന്നിരിക്കുന്നു. 2011 മുതൽ 2016 വരെ ഉള്ള ബോർഡ് തന്നെ അവരുടെ അനുമതിയോട് തന്നെ ഈ പറഞ്ഞ അന്നത്തെ മന്ത്രിയുടെ അനിയൻ 1,82,00,000 രൂപ ഇല്ലാത്ത പാത്രത്തിന്റെ പേരിൽ പറഞ്ഞ് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതൊന്നും ഇവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. ഞാനൊരു ഒറ്റ കാര്യം ശ്രീ റെജി ലൂക്കോസ്, എനിക്കറിയാം ഞാൻ ഈ ചർച്ചയിൽ അല്പം വൈകിയാണ് താങ്കളിലേക്ക് വന്നത്. അതിന്റെ സാഹചര്യം താങ്കൾ മനസ്സിലാക്കുമല്ലോ. ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. The investigation reveals that only a perfunctory mahazar was prepared and that none of the relevant particulars were entered in the registers. The Devaswam officials, despite being fully aware of the glaring irregularities and the possibility that the gold plates had been substituted, willfully chose to remain silent, thereby concealing the act of misconduct on the part of the both officials and the sponsor. ദേവസ്വം ബോർഡിനെയാണ് പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നതിന് അതൊരു മീഡിയേറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടൂളായിട്ട് മാത്രമേ ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ. യാതൊരു തർക്കമില്ല. ദേവസ്വം ബോർഡ് ഏത് കാലത്താണോ ഇത് അടിച്ചെടുത്തത് ആ കാലത്തെ ദേവസ്വം ബോർഡിന്റെ അധികാരികളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഈ പിന്നെ മുരാരി ഉൾപ്പെടെയുള്ളവർ കൊടും കുറ്റവാളികളാണെന്നുള്ളത് യാതൊരു തർക്കമില്ല. സന്ദർഭവശാൽ ഒരു കാര്യം ഞാൻ പറയും, ദൈവങ്ങളോട് അടുത്ത് നിൽക്കുന്നവർക്കാണ് ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസക്കുറവ്. അവർക്കറിയാവുന്ന അങ്ങനെ വിശ്വാസക്കുറവുള്ളതുകൊണ്ടാണല്ലോ അവർ ഈ ദൈവങ്ങൾക്ക് വരുന്ന സമ്പത്തെല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോണേ. അത് വളരെ വലിയ, അത് ഇതിലൂടെ തന്നെ നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും അവിടെ ഇരിക്കുന്നവരിൽ 99% ആളുകൾക്കും ഈ ശബരിമല അയ്യപ്പനോടോ ആ ക്ഷേത്രമല്ല, ഇനി ക്രിസ്ത്യൻ ചർച്ചായാലും മുസ്ലിം മോസ്ക് ആയാലും അവിടെ ഇരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനോട് അവിശ്വാസമുള്ളത്. അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് തട്ടിക്കൊണ്ട് പോവോ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്, അതൊന്ന് പറയാനുള്ള അവസരം തരണം. ഈ വിഷയം പുറത്തു വന്ന ഉടൻ ഈ പറഞ്ഞ പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് പരസ്യമായ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരിക്കൽ പൂശിയ ചെമ്പിൽ വീണ്ടും പൂശുന്നതിനുള്ള സാങ്കേതിക പ്രശ്നമുണ്ട്, ഞങ്ങളുടെ അടുത്തെത്തിയത് ഒറിജിനൽ ചെമ്പുപാളികളാണ്. അതായത് ഇന്ന് 39 ദിവസത്തിനുള്ളിൽ ഈ പോറ്റിയും സംഘവും ഈ സാധനം ഹൈദരാബാദിൽ കൊണ്ടുപോയി അത് തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. കൊണ്ടുപോയി അവിടെ മറ്റൊരു ഇതിന്റെ ഡിറ്റോ ആയിട്ടുള്ള പാളികൾ, ചെമ്പുപാളികൾ ഉണ്ടാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞ പോലെ 30.5 കിലോ സ്വർണ്ണമാണ് ക്ലാഡ് ചെയ്തെന്നുള്ളവരും
ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. കാരണം നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള സമയത്താണ് ഇത് അവിടെ ക്ലാഡ് ചെയ്തത്. ഇനി അതിൻ്റെ രേഖകൾ കണ്ടുകിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ടാസ്ക് ആയിരിക്കും ഈ SITയുടെ മുന്നിലുള്ളത്. ഇപ്പം ബഹുമാനപ്പെട്ട അല്ല, കോടതിയുടെ ശ്രീ പരാമർശം റെജി നമ്മളെല്ലാം ലൂക്കോസ്, ഇടയ്ക്ക് ചർച്ച ചെയ്തതാണ്. തടസ്സപ്പെടുന്നതിന് താങ്കൾ നമ്മളെല്ലാം ക്ഷമിക്കണം. വായിച്ചതാണ്. നമ്മൾ വീണ്ടും 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 നമ്മുടെ ഈ ചർച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. എങ്ങനെയാണ് അയാൾ ഇതൊക്കെ നടപ്പാക്കിയത്? എങ്ങനെയാണ് മഹസറിൽ തെറ്റായി രേഖപ്പെടുത്തപ്പെട്ട ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ രേഖകൾ പോലും അവിടെ നിന്ന് നഷ്ടപ്പെടുന്നത്? ആരുടെ ഉപദേശപ്രകാരം, ആരുടെ ഒത്താശയോടെ, ആരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇങ്ങനെ വിലസാൻ കഴിഞ്ഞത്, അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കഴിഞ്ഞത്? അതിൻ്റെ പങ്കുകാരൊക്കെയാണ്? അതിലെ ദേവസ്വം ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള, അതിന് ഒത്താശ ചെയ്തു കൊടുത്തവർ, അതിന് ഗൂഢാലോചനയിൽ ഭാഗമായവർ, അതിൻ്റെ ആസൂത്രകരായി നിന്നവർ, അവരിലേക്കൊക്കെ ചെന്നെത്തേണ്ട ഒരു അന്വേഷണവും അതിലൂടെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തേണ്ട സാഹചര്യവുമാണ് നമ്മുടെ മുന്നിലുള്ളത്. വെറും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണെന്ന് പറഞ്ഞ് അയാളെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ വീണ്ടും 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 അയാൾ കൊണ്ടുപോയി, അയാൾ വിറ്റു, അയാൾ മറ്റൊരാൾക്ക് മറിച്ച് വിറ്റു, അയാൾ തട്ടിപ്പ് നടത്തി. ആരുടെ ഒത്താശയോടുകൂടിയാണ് ശ്രീ റെജി ലൂക്കോസ്? അയാൾ ഈ കേസിൽ ഒരു ഉപകരണം തന്നെയാണ്, അയാൾ പറയുന്നത് പോലെ തന്നെ. അതിന് പിന്നിൽ ആൾക്കാരുണ്ട്. അവരിലേക്ക് എത്താൻ എന്താണ് മാർഗം? അതിലേക്ക് എത്തുന്ന ഒരു അന്വേഷണത്തിന് തടസ്സം നിൽക്കുക. അവിടെയും ദേവസ്വം ബോർഡാണ് പ്രതിസ്ഥാനത്തുള്ളത്. രേഖകൾ കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്ന ആളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ഈ പാനലിലുള്ളവരെല്ലാം ആവർത്തിച്ച് പറയാൻ കാരണം അയാൾ ഒന്നാം പ്രതി ആയതിന്റെ പേരിൽ അയാളാണ് ഇതിലൂടെ കടത്തിക്കൊണ്ട് പോയെന്നുള്ള ധാരണ പറയുന്നത്. അല്ലാണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് അല്ല യഥാർത്ഥ മോഷ്ടാവ്. യഥാർത്ഥ മോഷ്ടാവ് ആ സമയത്ത് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും അതിനോട് ചുറ്റുപറ്റി നിന്ന ഉദ്യോഗസ്ഥന്മാരും ഈ പറയുന്ന മുരാരി ഉൾപ്പെടെയുള്ളവരാണെന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം ദാറ്റ് ഇസ് ട്രൂ. അതല്ല എന്ന് ആര് വാദിച്ചാലും അവർ വിഡ്ഢികളുടെ ലോകത്തിലാണ്. ആരെയും സംരക്ഷിക്കാൻ പറഞ്ഞവരാ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ പറയുന്ന മുരാരി എന്ന് പറഞ്ഞ വിദ്വാൻ എഴുതി കൊടുത്ത സാധനത്തിൽ ഒപ്പിട്ട് കൊടുത്താരാ? ആ ഒപ്പിട്ട് കൊടുത്തത് A. പത്മാർ എന്ന് പറയുന്ന 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അത് അദ്ദേഹം പറഞ്ഞത് എന്താ? മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞില്ല. നമ്മളതൊന്നും മറന്നു പോരുത്. എന്റെ ഭരണകാലത്ത് അത് ചെമ്പ് തന്നെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സ്വർണം പൂശിയതാണെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. അപ്പൊ അതിൽ നിന്നാ മനസ്സിലാക്കുന്നത് ഇതൊരു പ്ലാൻഡ് റോബറിയാ. ഇയാളെന്ന് പറയുന്ന ഒരു ചുമട്ടുകാരൻ മാത്രമേ ഉള്ളൂ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള്. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഭീകരമായൊരു കൊള്ളയടിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇനി സയന്റിഫിക് ആയിട്ട് ഞാനും കുറെ ആളുകളോട് അന്വേഷിച്ചു. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ വെച്ച് ഒരു വലിയ മ്യൂസിയത്തിൽ സ്വർണ്ണം ഇരിക്കുന്ന 9 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളത്. അതുപോട്ടെ, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ വൺസ് കൃത്യമായ രീതിയിൽ ചെമ്പിൽ കലർത്തി സ്വർണമാക്കി തങ്കം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എത്ര നാള് കഴിഞ്ഞാലും അത് ഒരിക്കലും ചെമ്പ് പാളിയായിട്ട് തെളിയത്തില്ല. അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ മാറണം. ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ മാതാവിനെ കൊണ്ട് ചാർത്തിരിക്കുന്ന കിരീടം പോലെയൊക്കെയുള്ള തട്ടിപ്പ് നടത്തിയെങ്കിലുള്ളൂ. ഏതായാലും വിജയ് മല്യയ്ക്ക് അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തേണ്ട കാര്യം അക്കാലത്തില്ലായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിലെ നമ്പർ 2 സമ്പന്നനായിരുന്നു അയാള്. അദ്ദേഹത്തിന്റെ പ്രതിനിധി ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെ പ്രശ്നം അവിടെയല്ല. ഇതിന്റെ രേഖ ആര് നശിപ്പിച്ചെന്നുള്ള ഗോപികൃഷ്ണന്റെ ചോദ്യം വളരെ റിലവന്റ് ആണ്. അതിനൊരു ഉത്തരം ഞാൻ പറയാം. ഈ SIT എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി കൃത്യമായ രീതിയിലാണ് മുമ്പോട്ട് പോകണമെന്നുള്ളത് നമുക്കറിയാം. അവർ അന്വേഷണം ഒന്നും പുറത്തു വിടത്തില്ല. അത് ഹൈക്കോടതിക്ക് കൊടുക്കാൻ പോകുന്ന 6-8 ആഴ്ചകൾക്ക് ശേഷം റിപ്പോർട്ടിനെ വരത്തുള്ളൂ. പക്ഷേ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ പ്രതിയാക്കിയിട്ടുണ്ട്. 2 ബോർഡ് മെമ്പർമാരെയും പ്രതിയാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അവർ പ്രതിയാക്കിയത്? അവരുടെ മുമ്പിൽ അതിനുള്ള എവിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതില്ലെങ്കിൽ അവരങ്ങനെ പ്രതിയാക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവരിലേക്കൂടെ കൂടി അന്വേഷണം നീങ്ങുമെന്നുള്ള കാര്യമൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല. പക്ഷേ ആ അന്വേഷണത്തിൽ അവർ വരുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് അവർ പേര് ചേർത്തപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി അവിടെ പരാമർശിച്ചിട്ടുണ്ട് ബോർഡ് പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡിനെ കുറിച്ച്. അതുകൊണ്ട് 2024 ചാർജ് എടുത്ത PS പ്രശാന്ത് കുറ്റക്കാരൻ എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ സംഭവം നടന്നത് 2019. അയാൾ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണറോട് വിവരം പറയാതെ കണ്ട് ചെന്നൈയിലേക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് 2ാമത് സ്പോൺസർ ആണെന്നുള്ള പേരിൽ 40 വർഷത്തെ സ്പോൺസർ ആണെന്നുള്ള പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അനുവദിച്ചില്ല എന്നൊരു സത്യം അതിനകത്തുണ്ട്. പക്ഷെ അയാൾ തെറ്റ് ചെയ്തിരിക്കുന്നത് അയാൾ അറിയിച്ചില്ലെന്നുള്ളതാണ്. ഉന്നത ഉദ്യോഗസ്ഥരെ കോടതിയിൽ അത് മാപ്പപേക്ഷ കൊടുത്തു. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അതൊരു ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് സാമ്പത്തികമായ ഒരു തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ 1% പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ തുറന്നു പറയുന്നത്, ഞാൻ ഇടതുപക്ഷ പ്രതിനിധിയാണ്. 2019 പിന്നെ ബോർഡ് ഈ രീതിയിലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞതിൽ നമുക്കൊരു അസംതൃപ്തി ഉണ്ട്. അവർ കുറ്റവാളിയാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം എനിക്ക് അതിന്റെ എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ ഒരു ബോർഡ് അറിയാതെ കണ്ട് ഇത്രയും വലിയ ഭീമാകരമായിട്ടുള്ള ഒരു സ്വർണ്ണ ഗ്ലാഡിക്ക്
തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഈ പോറ്റിക്കിടെ കൊടുത്തു വിട്ടെന്ന് പറഞ്ഞാൽ ആ മോഷ്ടിച്ചവർ തീർച്ചയായിട്ടും ആ ബോർഡ് അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും അതിന് ചുറ്റും നിന്നവരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ശരി, ഇനി ഞാൻ വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. തട്ടാവിള കുടുംബാംഗം ശ്രീ മഹേഷ് പണിക്കറുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് ഇതുവരെ പോയില്ല. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ ശ്രീ സെന്തിൽനാഥൻ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഒന്ന്, തനി തങ്കത്തിൽ പൊതിഞ്ഞ ഒരു ചെമ്പുപാളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് ഈ 39 ദിവസം കൊണ്ട് മാറ്റി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുമോ എന്ന് അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിച്ചു. അതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എനിക്കറിയണം. രണ്ടാമതായി, ഇത് ഇപ്പോഴവിടെ പുതുക്കിയ ഈ ചെമ്പുപാളി ഇപ്പോഴവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചത് ശരിയായില്ല. കാരണം അതും അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇനിയും അതൊക്കെ പരിശോധിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അത് തേയ്മാനം വന്നുവെന്നും ചെമ്പ് തെളിഞ്ഞു വന്നിരുന്നു എന്നുമൊക്കെ കണ്ടെത്താൻ കഴിയുന്നത്? അതിന് അങ്ങനെ ഒരു തേയ്മാനം വരുന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ മേഖലയിൽ വിദഗ്ധരായ പല ആളുകളും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ തനി തങ്കത്തിൽ പൊതിഞ്ഞതായിരുന്നു എന്ന് കോടതിക്ക് മുന്നിൽ, അതാണ് കമാൽ പാഷ സാറൊക്കെ പറഞ്ഞത്, കോടതിക്ക് മുന്നിൽ കാണിക്കാൻ ഒരു രേഖ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം ഇതിൻ്റെ ഉന്നതരിലേക്ക് എത്താനുള്ള സാധ്യതകൾ അടയുന്നുണ്ടോ? അങ്ങനെ താങ്കൾക്ക് ആശങ്കയുണ്ടോ? ഇല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട നമ്മളെല്ലാം വിട്ടുപോയൊരു കാര്യം, ഇതിനകത്ത് ആദ്യം വിജിലൻസ് ഒരു റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ വിജയ് മല്യ എങ്ങനെയാണ് ആ ഗോൾഡ് പൊതിഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ്, 15 കിലോ മേളിൽ റൂഫിൽ പൊതിഞ്ഞിട്ടുണ്ട്, കട്ടളയിൽ ഇത്ര, മറ്റേതിൽ ഇത്ര, സൈഡിലത്തെ ധാരപാലകളിൽ ഇത്ര, ചുറ്റുമുള്ള വേദികയിൽ ഇത്ര, ഭിത്തിയിലെ ഘനദ്വാരങ്ങളിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് വിത്ത് മൈക്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പം രേഖയില്ല എന്ന് പറയുന്നത് ഈ രേഖ ആയിരിക്കത്തില്ല, ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള നിർമ്മാണത്തിൻ്റെ ഓരോ ദിവസങ്ങളിലുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാകാൻ മാറ്റിയിരിക്കുന്നത്. പക്ഷേ എത്ര 2 പ്രാവശ്യമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഗോൾഡ്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് 2 പ്രാവശ്യമായിട്ട് കൊണ്ടുവന്ന ഗോൾഡ്, അതെങ്ങനെയാണ്, ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒക്കെ വളരെ വ്യക്തമായിട്ട് ആ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു രേഖയല്ല ഈ പറഞ്ഞ നമ്മളൊക്കെ പറയുന്ന രേഖ കാണുന്നില്ല എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും രേഖകളായിരിക്കാം, എനിക്കറിയില്ല അത്. പക്ഷേ അങ്ങനെ ഒരു രേഖ ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ വലുതായിട്ട് ബാധിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും കൊടുത്തിട്ടുണ്ട്, ഇത്രയും അവിടെ ഉണ്ട്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത രീതികളുണ്ട്, ഈ ഇളക്കിയ പാളികൾ ഇന്നൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് ചെയ്യാം. കാര്യം 15 കിലോ മേളിലുള്ളത് അവിടെ ഉണ്ട്, ബാക്കിയുള്ള താഴെയുള്ള 15 കിലോ, അതായത് റൂഫിലുള്ള 15 കിലോ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള 15 കിലോയിലാണ് ഇവർ ഈ കള്ളത്തരം കാണിച്ചിരിക്കുന്നത്. ആ 15 കിലോ എന്നുള്ളത് മാത്രം ഇവരിപ്പോൾ 1/2 കിലോയിലോട്ട് ഒതുക്കിയിട്ടുണ്ട്. ആ 15 കിലോ എന്നുള്ളത് 1/2 കിലോട്ട് ഒതുക്കിയ വിഷയം മാത്രമാണ്. അത് കറക്റ്റ് ഫാബ്രിക്കേറ്റഡ് ആണ്. കാര്യം ഇവിടെ നമ്മൾ പ്രതിയുടെ വഴിയാണ് ഈ പോയിരിക്കുന്നത്. പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്ന്, ബാക്കിയുള്ളത് അവർ പറഞ്ഞ കഥകൾ, അവർ പറഞ്ഞ വഴികൾ, ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി, ഇങ്ങനെ ഉരുക്കി, ഇത് മൊത്തത്തിൽ ഉരുക്കി, അതിൽ നിന്ന് ഇതെടുത്തു, അല്ലെ പാളി മാത്രം ഉരുക്കി, അതിൽ നിന്ന് എടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞ അവരുടെ സത്യം പറഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. കാര്യം ഒന്നുമില്ലാത്ത ഇത്ര വർഷം പഴക്കമുള്ള ഇത്ര വലിയ പ്രമാദമായ ഒരു കേസിൽ ആദ്യം പ്രതികൾ പറയുന്ന വഴിയെ അവർ സഞ്ചരിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാര്യം എന്നാൽ മാത്രമേ ഇതിനകത്ത് ലിങ്ക് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ്, ഇപ്പോൾ ഗോവർദ്ധൻ, കൽപേഷ്, നരേഷ്, അങ്ങനെയുള്ള പല വ്യക്തികൾ. ആ റൂട്ടുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത് അവർക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ലീഡ്സ് കിട്ടും. ആ ലീഡ്സിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ ധാരാവാളികളൊന്നും ഇവർ സത്യം പറഞ്ഞാൽ ഒന്നും ഇവർ ഉരുക്കിയിട്ടുമില്ല, ഒന്നുമില്ല. അതുപോലെ വിറ്റോരത്തറ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, വേറെ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കൊണ്ടുപോയത് പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഉദ്യോഗസ്ഥർ പോയി ഇത് ചെയ്തു എന്ന് പറയുന്നത്, നല്ല ഇത്ര തിടുക്കപ്പെട്ട് ഇത് ചെയ്യത്തില്ല. ഇപ്പോൾ ഇളക്കി എന്തായാലും സ്വർണ്ണത്തിനല്ലെന്ന് ഉറപ്പാണല്ലോ. കാര്യം ഇതിനകത്ത് 365 ഗ്രാമോ 400 ഗ്രാമോ ഉള്ളതെന്ന് അവർക്ക് തന്നെ അറിയാം. അവർ ചെയ്തെന്ന് അവർ ക്ലെയിം ചെയ്യുന്ന അതേ സാധനം അവർ പിന്നെ കൊണ്ടുപോകുന്നത് സ്വർണ്ണത്തിന് വേണ്ടിയല്ലല്ലോ. ഈ 400 ഗ്രാമിൽ നിന്ന് പിന്നെ സ്വർണ്ണം എടുക്കാനല്ലല്ലോ. ആ ചന്ദ്രഗ്രഹണ ദിവസത്തിൽ ആ ഒരു പാളി ഇളക്കിയത് തന്നെ, അതും എനിക്ക് തോന്നുന്നു ആ മറ്റേ ഇതിനൊക്കെ കോടതി അതിൻ്റെ 2-3 ദിവസം മുമ്പ് ഒരു ഓർഡർ വരുന്നത്, ഇത് കോടതി ദിവസം കൊണ്ട് കാശ് എടുക്കാൻ പാടില്ല, ഗവൺമെന്റ് കാശ് എടുക്കാൻ പാടില്ല, സ്പോൺസേഴ്സിനെ കണ്ടെത്തണം. താങ്കൾ സംശയിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുപോലെ ഈ സ്വർണം ഉരുക്കിയിട്ടൊന്നുമില്ല, അത് കഷ്ണങ്ങളായി അതിന്റെ ഡിവൈൻ വാല്യൂ വെച്ചുകൊണ്ട് അത് പലർക്കുമായി അയാൾ വിറ്റ് പലർക്കുമായി വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണോ താങ്കൾ സംശയിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തെല്ലാം വലിയ വലിയ ശബരിമലയിലെ മെയിൻ തന്ത്രി കുടുംബങ്ങൾക്കൊക്കെ ഉൾപ്പെടെ രാഹുൽ ഈശ്വർ അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് അറിയാം. ഈ വലിയ വലിയ പൂജകൾ നടത്തണം, അവരെ പോലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. ഈ പൂജകളിനകത്തൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഈ പൂജ നടത്തിയ വഴിയൊന്ന് അന്വേഷിച്ചാൽ ഈ 6 വീടുകളിൽ പൂജ നടന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പം കഴിഞ്ഞ കൊച്ചു തന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, 5-6 വീടുകളിലുണ്ട്, ബാംഗ്ലൂർ 5-6 വീട്ടിലുണ്ടായിരുന്നു, മറ്റേടത്തുണ്ടായിരുന്നു. ഈ വീടുകളിലൊന്ന് അന്വേഷിച്ചാൽ മതി, ഇതാരൊക്കെയാണ്, സെലിബ്രിറ്റീസ് ആരൊക്കെയാണ്, അവരാണ് ഇതിനകത്ത് പണം മുടക്കിയിരിക്കുന്നത്, അവരുടെ കയ്യിലൊക്കെ തന്നെയാണ് ഇത്. ഇപ്പോൾ അവരുടെ വീടുകളിൽ കാണത്തില്ല. ഇപ്പോൾ നമ്മുടെ വാസുദേവനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചോലെ അവരുടെ റിലേറ്റീവ്സിൻ്റെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
റിപ്പോർട്ടൊക്കെ മാറ്റിക്കാണും. അതൊക്കെ സത്യം പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വഴി തന്നെ പോകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാര്യം സിനിമാക്കാർ അങ്ങനെയുള്ള വലിയ വലിയ, ഞാൻ പറഞ്ഞല്ലോ, വലിയ രീതിയിലുള്ള ഒരു കൊലപാതകം പോലത്തെ കൊള്ളയാണ് നടക്കുന്നത്. അയ്യപ്പനെ കൊല ചെയ്യാനുള്ള രീതിയിലുള്ള കൊലപാതകം നടന്നിരിക്കുന്നത്. അത്രയ്ക്കൊരു എന്താ പറയുക ദ്രോഹമാണിത്. കാര്യം അത് ആചാര്യ സംരക്ഷകർ തന്നെ അതിൻ്റെ കടക്കെ കത്തി വെക്കുന്ന രീതിയിലുള്ള പരിപാടികളായി കാണിക്കുന്നത്. കാര്യം ഇതൊരു വിശ്വാസം. സ്വർണ്ണത്തിൻ്റെ ഈ 500 ഗ്രാമിൻ്റെ സ്വർണം വെച്ചിട്ടാണ് ഇവർ ഇത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും മറ്റേതൊക്കെ ഒരാൾ തന്നെ സമ്പാദിച്ചു എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുക? ഒരു 10 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പ് ഇതിന് ഇത്രമാത്രം വിലയുണ്ടോ സ്വർണ്ണത്തിന്? ഇപ്പോഴല്ലേ ഈ വിലയുള്ളത്? സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആ മണി മുതൽ ആദ്യം ശബരിമല 2 സൈഡിൽ നിന്ന് 2 മണി അടിച്ചു മാറ്റി കൊണ്ടുപോയത് മുതൽ തുടങ്ങിയ കൊള്ളയാണ്. ഇത് ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് കൊള്ളയുണ്ട് ഇതിനകത്ത്. മറ്റേ എന്താ പറയുന്നത്, അഷ്ടദിക്പാലകർ, വാഹനം ഇപ്പോൾ തന്ത്രത്തിനുണ്ടെന്ന് പറയുന്നു. അത് ഒറിജിനലാണെന്ന് അറിയത്തില്ല. അതും ചിലപ്പോൾ വേറെണ്ണം മാറ്റി അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുള്ള സെക്കൻഡ് ഹാൻഡ് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞിട്ട് ഒറിജിനൽ സാധനം ഇവർ വിറ്റതായിരിക്കാം. ഇതൊരു വലിയ ഗ്രൂപ്പാണ്. നമ്മൾ വിചാരിക്കാത്ത കേരളം മൊത്തം ഇതിൻ്റെ യഥാർത്ഥ അന്വേഷണത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞെട്ടുന്ന രീതിയിലുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഗ്രഹം തിരിച്ചു വെച്ചത് വലിയൊരു, ഇവർ ഈ കൊണ്ടുവന്നിരിക്കുന്ന പാളി തിരിച്ചു വെച്ചത് ഗുരുതരമായ ഒരു കുറ്റമാണ്. കാര്യം ഇത്രയും അന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കൊണ്ടുപോവാണ് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. അതേ ദിവസം തന്നെ തിരിച്ചു വെക്കുന്നു. എന്ത് ധൃതിയാന്ന് അന്ന് വെച്ചിട്ട് എന്തിനു വേണ്ടിയാ? കാര്യം ഈ പാളികൾ സത്യം പറഞ്ഞാൽ കൃഷ്ണശിലയിൽ ഉണ്ടാക്കിയ ഒരു വിഗ്രഹത്തിനകത്ത് ഇതുപോലത്തെ പാളി വെക്കുന്ന, സ്വർണ്ണപ്പാളിയാണെങ്കിൽ തനി തങ്കത്തിലുള്ള പാളിയാണെങ്കിൽ ആ പാളി വെക്കുന്നത് തന്നെ തെറ്റാണ്. കാര്യം അങ്ങനെ ഒരു ആചാരമില്ല. എന്തെങ്കിലും അംഗഭംഗം, കൃഷ്ണശിലയിലുള്ള വിഗ്രഹത്തിന് എന്തെങ്കിലും അംഗഭംഗം വരികയാണെങ്കിൽ മാത്രമേ ഗോളക കൊണ്ട് പൊതിയാൻ ഇതുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി. കാര്യം എന്നാലല്ലേ പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള സംഭവം ഇത്ര ധൃതി വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. അത് ഈ കേസും വഴക്കമൊക്കെ കഴിഞ്ഞ ഒരു ദേവപ്രശ്നമൊക്കെ നടത്തി എല്ലാവരും ഒന്ന് ശുദ്ധീകരിച്ച് എല്ലാ സംഭവങ്ങളാക്കി ആചാരപൂർവ്വം എല്ലാവരുടെയും ശരിയായ രീതിയായില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ഞാൻ മനസ്സിലാക്കും. കമാൽ പാഷ സാർ, ഈ കോടതിയുടെ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലും നടക്കുന്ന ഒരു അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിക്കുക എന്നതാണല്ലോ നമ്മുടെ മുന്നിലുള്ള വഴി. എന്തൊക്കെയാണ് ഇനി ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ അത് ഒരു പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഇനി നേരത്തെ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുമാതിരി തന്നെ ഇപ്പോൾ ഇയാൾ കയറി ആദ്യമേ ഈ കുറ്റം അങ്ങ് കേൾക്കും. നല്ല കള്ളന്മാർ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. പണ്ട് ഈ കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ സാറിനെ അടിക്കാറുണ്ട്. അത് നാട്ടുകാരായാലും അടിക്കും, പോലീസുകാരായാലും അടിക്കും. ഇപ്പോൾ പോലീസുകാർക്കൊന്നും അടിക്കാനൊന്നും പറ്റത്തില്ല, എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്താണെന്നറിയോ, ആ നല്ല കള്ളനാണെങ്കിൽ അവനെ ആദ്യം പിടിക്കുമ്പോഴേ അന്തസ്സായിട്ട് അവൻ അങ്ങ് പറയും, A to Z അങ്ങ് പറഞ്ഞു കൊടുക്കും. പിന്നെ അവനെ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ മാത്രമല്ല, അവിടെ അങ്ങ് നിൽക്കുകയും ചെയ്യും കാര്യം. അതാ രാഹുൽ ചൂണ്ടിക്കാണിച്ച വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇയാൾ കയറി ഇതെല്ലാം അങ്ങ് പറയുക ഇന്നതുപോലെ. കാരണം എന്താണെന്നറിയോ, ഈ അന്വേഷണം അവിടെ തീരും, ഇതിൻ്റെ പുറകിലോട്ട് പോകത്തില്ല, മറ്റേ ആളുകളിലേക്ക് ഇത് ചെല്ലത്തില്ല. അങ്ങനെ ഒരു വലിയ കാര്യമുണ്ട്, വലിയ കഴിവാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. നല്ല നല്ല ഒന്നര കള്ളത്തരമാണ് ഈ കാണിച്ചേക്കുന്നത്. ഒരു പ്രശ്നമില്ല, ഒരു സംശയം വേണ്ട. പിന്നെ അതുപോലെ ഈ നമ്മുടെ സെന്തിൽനാഥൻ പറഞ്ഞ മാതിരി ഇത് കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. സ്വർണത്തിൻ്റെ അളവ് അത് ശരിയായിരിക്കും. കാരണം ഒരു 10% വ്യത്യാസമേ വരുള്ളൂ. അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഏരിയ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു 10% വ്യത്യാസത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ലീഗൽ എവിഡൻസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഈ സ്വർണ്ണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അത് ഒരാൾ തന്നതാണ്, ഇന്നതുപോലെ അയാൾ സമർപ്പിച്ചേക്കുന്നതാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് വേണം. പക്ഷേ അത് തെളിവ് ഒന്നും ഇല്ലാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ ഇവിടെ ഇപ്പോൾ മഹേഷ് പണിക്കർ പറഞ്ഞ മാതിരി ഇത് ആക്കിയ വിജിലൻസിൻ്റെ നേരത്തെ ഉള്ള ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലൊക്കെ ഇന്നതുപോലെ ഇന്നതിന് ഇത്ര സ്വർണം, ഇന്നതിന് ഇത്ര സ്വർണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ആ കണക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഡയറക്റ്റായിട്ടുള്ള ഈ ഒരു എവിഡൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ബാക്കിയുള്ള എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റിയാൽ അത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനി എനിക്ക് വളരെ ഒരു രസകരമായൊരു നിരീക്ഷണം നടത്തിയത് നമ്മുടെ റെജി ലൂക്കോസ് പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ വലിയ വിശ്വാസം ഇല്ലാത്തത്, ബാക്കി വിശ്വാസികളെല്ലാം വെളിയിൽ നിൽക്കുന്നവരാണ്. ശരിയുമാണ്, അതിന് സംശയമൊന്നും വേണ്ട, കറക്റ്റാണ്, ശരിയായ നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, അതേ ഒരു ഇടതുപക്ഷ നിരീക്ഷകനാണെങ്കിലും ഇത് 2019 ദേവസ്വം ബോർഡ് ചെയർമാനെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിനെക്കുറിച്ച് അദ്ദേഹം വിട്ടങ്ങ് പറഞ്ഞു, കൈവിട്ട് പറഞ്ഞു. അത് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു ഇടതുപക്ഷത്തിന് വേണ്ടി സാധാരണ ഒരു സ്പോക്സ് പേഴ്സണായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് റെജി ലൂക്കോസ്. പക്ഷേ ഇന്ന് അദ്ദേഹം വളരെ കറക്റ്റായിട്ടാണ് ആ നിരീക്ഷണങ്ങൾ നടത്തിയത്. നന്നായി. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാൽ, ഞാൻ പറഞ്ഞില്ല, ഇനി അനുബന്ധമായിട്ടുള്ള റെക്കോർഡ്സ് ഇത് കണ്ടെടുക്കണം. അനുബന്ധമായിട്ടുള്ള റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിജിലൻസ് നിങ്ങളിത് എവിടുന്ന് കിട്ടി, നിങ്ങൾക്ക് ഈ കണക്കൊക്കെ എവിടുന്ന് കണ്ടു എന്നീ തോന്നിയാൽ അന്ന് അവിടെ റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവിടെ ഇരുന്ന റെക്കോർഡ് ഇന്ന് എവിടെ പോയി
എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കാം. അവർ ചോദിക്കാതിരിക്കത്തൊന്നുമില്ല. അവർ അത് കണ്ടെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. പക്ഷേ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള റെക്കോർഡൊക്കെ ഉണ്ടല്ലോ, ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മിക്കവാറും എടുത്തും കത്തിച്ച് കളയും. കാര്യം ഇത് ഒരിക്കലും പുറത്തു വരരുതല്ലോ, കാണരുത്. അങ്ങനെ ചെയ്യാറുണ്ട്. ഒരുപാട് വലിയ കള്ളന്മാരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും ഇതിനകത്തൊക്കെ ഉള്ള ആളുകളെന്ന് പറയുന്നത് നമ്മൾ ആരെയും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം അവർ ഇതുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ ഉള്ളിടത്തോളം കാലം ഈ അന്വേഷണം എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളത് നമുക്ക് സംശയിച്ചേ പറ്റുള്ളൂ. ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനെ എവിഡൻസ് ഇതുപോലെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയാൽ, ഇത് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു 1/2 കിലോ സ്വർണത്തിലേക്ക് അങ്ങ് കുറഞ്ഞേക്കല്ലേ. അപ്പോൾ അത് ബാക്കി മുഴുവൻ സ്വർണം അടിച്ച് മാറ്റിക്കൊണ്ട് പോയതാണ്. ഈ 30.3 കിലോ സ്വർണത്തിൽ നിന്ന്, തങ്കത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ പകുതിയുള്ള റൂഫിന് 15 കിലോ, ബാക്കി മുഴുവൻ ഈ ഇങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കട്ടളപ്പടി, അതിൻ്റെ അതേപോലെ വാതിലിൻ്റെ പാളി, അതേപോലെ തന്നെ ഈ ദ്വാരപാലകർ, ഇതിനെയൊക്കെ ക്ലാഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചതാണ്. ഈ സ്വർണം വെറും ഇത് ഒരു അതായത് 15 കിലോ സ്വർണത്തിൽ കൂടുതൽ എന്നേരം വരുമല്ലോ. അത് ഇപ്പോൾ എല്ലാം കൂടെ കണക്ക് വരുമ്പം ആകെപ്പാടെ ഒരു 1/2 കിലോ സ്വർണത്തിൽ കൊണ്ടങ്ങ് ഒപ്പിക്കാൻ റെഡിയാക്കി എടുത്താൽ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണന് രക്ഷപ്പെടും. പക്ഷേ അന്വേഷണമൊക്കെ നടന്നു, ഞാൻ ഇന്നാർക്ക് എഴുതി വിറ്റു, ഞാൻ കൊടുത്തവനെ കാണിച്ചു കൊടുക്കുന്നു, ഓരോ പേര് അയാൾ പറയുന്നു. ഈ രീതിയിലൊക്കെ ഉള്ള ഒരു അന്വേഷണം ഒരു പ്രഹസനമായിട്ടത് മാറിപ്പോകരുത്. മാറാതെ വേണം SIT ഇത് അന്വേഷിക്കാൻ. കാരണം അന്തസ്സായിട്ട് ഇത് അന്വേഷിക്കണം. ഈ നാട്ടിലെ ഈശ്വര വിശ്വാസികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇത്. അത് വളരെ നിർബന്ധമായിട്ട്, കാരണം നേരത്തെ കമാൽ പാഷ പഠിച്ച കള്ളന്മാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സ്വർണം ഉരുക്കി എന്നതൊന്നും നമ്മൾ ആ നിലയ്ക്ക് മുഖവിലേക്ക് എടുക്കണ്ട എന്നുകൂടിയാണല്ലോ അതിന്റെ അർത്ഥം, അല്ലേ? സംശയമില്ലാത്ത കാര്യമാണ്, സംശയമില്ല. ഇത് പീസായിട്ട് ഇപ്പോൾ സെന്തിൽനാഥൻ പറഞ്ഞത് തന്നെ ശ്രദ്ധിക്കുക. ഇത് ഇത്ര 12 പീസുകളായിട്ട്, ഈ 12 പീസുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ പീസും ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ നല്ല കലാകാരന്മാരെ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അവർ പെട്ടെന്ന് ചെയ്യും. അതൊക്കെ ചെയ്യാനുള്ള മെക്കാനിസം ഇന്നത്തെ അന്ന് അവൈലബിൾ ആണ്. പടപടാന്ന് കാര്യങ്ങളൊക്കെ നടത്താം. ഏതായാലും കമാൽ പാഷ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഈ അന്വേഷണം കൃത്യമായി ഇതിന്റെ ആസൂത്രകരിലേക്കും ഇതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇതിന് ചരട് വലിച്ചവരിലേക്കും ഇതിലെ ഗൂഢാലോചനയിൽ പങ്കാളികളായവരിലേക്കൊക്കെ പോകണം. അങ്ങനെ പോകാൻ കഴിയട്ടെ. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലുമൊക്കെ നടക്കുന്ന ഈ അന്വേഷണത്തിന് അയ്യപ്പന്റെ സ്വത്ത് കവർന്നവർ മാത്രമല്ല, അതിനുവേണ്ടി ഒത്താശ ചെയ്തവർ, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ വെളിച്ചത്ത് വരികയും നിയമത്തിന് മുന്നിൽ വരികയും ചെയ്യും എന്ന പ്രതീക്ഷ നമുക്ക് ബാക്കി വയ്ക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറോട് പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.